കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു, കൂട്ടിച്ചേർക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. ദൈവാത്മാവ് സഭകളോട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. ചെവിയുള്ളവർ അത് കേൾക്കട്ടെ, ചെവിയുള്ളവർ അത് അനുസരിക്കട്ടെ. ആത്മാവ് പറയുന്നത് കേൾക്കുന്നവർ രണ്ടാം മരണത്തിൽ ദോഷം എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. എല്ലാ മനുഷ്യരും മരണത്താൽ ഈ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്തേ പറ്റൂ? മാറ്റപ്പെട്ടേ പറ്റൂ. പക്ഷെ രണ്ടാം മരണത്തിൽ ദോഷം വരാതിരിക്കണമെങ്കിൽ ആത്മാവ് പറയുന്നത് എന്ത് ചെയ്യണം? നമ്മൾ ആത്മാവിനാൽ ചെവി കൊടുത്ത് എന്ത് ചെയ്യണം? നമ്മൾ കേൾക്കണം, നമ്മളത് അനുസരിക്കണം. എങ്കിൽ ദോഷം എന്ത് ചെയ്യത്തില്ല. നമ്മൾ ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. ലോകത്തിൽ കുറച്ചൊക്കെ ദോഷങ്ങളൊക്കെ സംഭവിച്ചാലും ജീവൻ എന്ത് ചെയ്യാൻ പാടില്ല, ദോഷം വരാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പോൾ ജീവാപായം നമുക്ക് വരാതിരിക്കണമെങ്കിൽ ആത്മരക്ഷ നമ്മൾ യേശുക്രിസ്തുവിലൂടെ കരസ്ഥമാക്കിക്കൊണ്ട് ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നതിൽ നമ്മുടെ സമയം എന്ത് ചെയ്യണം? നമ്മൾ ചെലവഴിക്കണം. ദൈവസഭയിൽ നമ്മൾ കൂടി വരുമ്പോൾ ആരാധനയ്ക്ക് പ്രസക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുണ്ട്, ഭജനത്തിനും എന്തുണ്ട്? പ്രസക്തിയുണ്ട്. അപ്പോൾ നമ്മൾ കൂടി വരുമ്പോൾ ഒരു സഭാരാധന നമ്മൾ അലക്ഷ്യമാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനകൾ എന്ത് ചെയ്യരുത്? അലക്ഷ്യമാകരുത്. പ്രാർത്ഥനകൾ എന്ത് ചെയ്യരുത്? അലക്ഷ്യമാകരുത്. ദൈവവചനവും എന്ത് ചെയ്യരുത്? അലക്ഷ്യമാക്കാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 12-ാം വാക്യം എല്ലാവർക്കും സുപരിചിതമായി അറിയാവുന്ന ഒരു വേദഭാഗമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഇവിടെ നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചതുപോലെ ദൈവത്തിൻ്റെ വചന ജീവൻ, ചൈതന്യം. വചനത്തിൽ എന്തുണ്ട്? എന്ത് ജീവനാണ്? നിത്യജീവൻ. മനുഷ്യന് ദൈവമില്ലാത്തവർക്ക് എന്തില്ല? ജീവനില്ല, നിത്യജീവനില്ല. അപ്പോൾ വചനം നമുക്ക് എന്ത് കൊണ്ടുതരുന്നു? ജീവൻ. ജീവൻ അകത്ത് നമുക്ക് ലഭിച്ചാൽ മാത്രം പോരാ, ജീവന്റെ പ്രസരിപ്പ് എന്ത് ചെയ്യണം? പുറത്തു വരണം. അപ്പോൾ അതിനെ ഇവിടെ എന്തായിട്ടാണ് കാണിക്കുന്നത്? ചൈതന്യം. അപ്പൊ അകത്ത് ജീവൻ ലഭിച്ചിട്ടുള്ളവർക്ക് അകത്ത് ജീവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് നടന്നാൽ മാത്രം പോരാ, ആ വചനത്തിന്റെ ജീവന്റെ ചൈതന്യം എന്ത് ചെയ്യണം? പുറത്തു വരണം. ഹല്ലേലൂയ. ചൈതന്യം പുറത്തു വരണം. ചൈതന്യം പുറത്തു വന്നിട്ടില്ലെങ്കിൽ അകത്തെ ജീവൻ, അതിന്റെ ജീവന്റെ പ്രസരിപ്പ് എന്ത് ചെയ്യുന്നില്ല? പുറത്തേക്ക് വരുന്നില്ല. അതിന്റെ തടസ്സം നിൽക്കുന്ന എന്താണ്? നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരമാണ്. അപ്പോൾ ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചേറും. അപ്പൊ ജീവനും ചൈതന്യവും പുറത്തു വരണമെങ്കിൽ തടസ്സമായി നിൽക്കുന്ന ദേഹത്തിലെയും ദേഹിയിലേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യണം? വേർപെടുത്തണം. നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ശരീരമുണ്ട്, പ്രാണനുണ്ട്, ആത്മാവുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യം എന്താണ്? ആത്മാവിന്. ശരീരത്തിലൊരു രോഗം ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ എല്ലിൽ പൊട്ടലോ കാര്യങ്ങളുണ്ടോ എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? ആത്മാവിനെ വേർപെടുത്തി കാണണമെങ്കിൽ വേറെ ഒരു ടൂളും ഇല്ല. ആത്മാവിനെ വേർപെടുത്തി കാണിക്കാനുള്ള ഒരേ ഒരു ടൂളേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയെന്ന് പറഞ്ഞാൽ പ്രാണനെയും ആത്മാവിനെയും വേർപെടുത്താൻ വേറെ ആയുധം ഇല്ല. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതെന്ന് പറഞ്ഞാൽ പ്രാണനിലെ, ദേഹത്തിലെ, ദേഹിയിലെ, ആത്മാവിലെ വിഷയങ്ങളെ വേർപെടുത്തി കാണിച്ചു തരുന്ന ഒരേ ഒരു ആയുധമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. അപ്പൊ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ ശരിയാമണ്ണം ഇരുന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ പ്രധാനമായിട്ടുള്ളത് എന്താണ്? 5 ഇന്ദ്രിയങ്ങളാണ്. ഹല്ലേലൂയ. ദേഹിയിൽ എന്തുണ്ട്? മനസ്സ് പ്രധാനമാണ്, വിചാരങ്ങൾ പ്രധാനമാണ്, വികാരങ്ങൾ പ്രധാനമാണ്, ഇച്ഛാശക്തി പ്രധാനമാണ്. അപ്പൊ ഇവയുടെ കാര്യങ്ങൾ എന്ത് ചെയ്യണം?
വേർപെടുത്തി കാണിച്ചു തരുന്നത് ദൈവമാണ്. ആത്മമണ്ഡലത്തെ വേർപെടുത്തി ദേഹിയിൽ നിന്ന് വേർപെടുത്താനുള്ള ഒറ്റ ആയുധമേ ഉള്ളൂ വചനം. ഇത് സന്ധി മജ്ജ പോലെ എന്ത് ചെയ്തിരിക്കുന്നു, ഇഴുകിച്ചതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ചെയ്യുന്നില്ല. അപ്പൊ ഒരു മാംസത്തെ ഈ അസ്ഥിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, വേർപെടുത്താൻ പറ്റും. ഒരു അല്ലെ മൃഗത്തെ, പശുവിനെയോ കാളയോ പോത്തിനെയൊക്കെ വെട്ടുമ്പോൾ ഭക്ഷ്യയോഗ്യമാക്കി തീർക്കുന്നതിന് മാംസം എന്ത് ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലിന് അകത്തിരിക്കണ മജ്ജ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ വചനം പറയുന്നത് എന്താണ്, ഈ ജഡത്തിൽ നിന്ന് ദേഹിയെയും ദേഹിയിൽ നിന്ന് ആത്മാവിനെയും വേർപെടുത്തുന്നത് ഈ സന്ധി മജ്ജകളെ വേർപെടുത്തും പോലെ എന്താണ്. ഇപ്പൊ നമുക്ക് നമ്മളിൽ തന്നെ ഞാൻ എൻ്റെ ദേഹിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കൃത്യമായിട്ടുള്ള കാര്യം അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ. ദേഹിയിൽ നിന്ന് പ്രാണനെ ഞാൻ വേർപെടുത്തി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ടെന്നും അവകാശവാദം എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൾക്കാർ പൊതുവെ ദൈവസന്നിധിയിൽ വരുന്നതെന്നാണ് ജഡത്തിലെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, നടത്തി കിട്ടണം. എന്നിട്ട് അവർ പറയണം, ഞാൻ ആത്മീയരാണ്, ഞാൻ ആത്മാവിൽ ദൈവത്തെ എന്ത് ചെയ്യുന്നു, ആരാധിക്കുന്നു, ഞാൻ അങ്ങനെയാണ്. അവസാനം അന്തിമമായിട്ട് ദൈവം എന്ത് ചെയ്തോളും, നിത്യജീവനിൽ കടത്തിക്കൊള്ളും എന്നൊക്കെയാണ് അതൊക്കെ വിചാരിക്കുന്നത്. അതൊക്കെ വെറും വിചാരങ്ങളാണ്. ആത്മാവിൽ നമ്മൾ ജഡത്തെയും ദേഹിയും എന്ത് ചെയ്യണം, അതിജീവിക്കാനുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളികൾ. അപ്പോൾ രണ്ട് തലയിലും എന്തുണ്ട്, മൂർച്ചയുണ്ട്. അപ്പൊ ഈ വചനത്തിൽ രണ്ട് തലയിലും ഒന്നുണ്ട്, മൂർച്ചയുള്ളതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് വഴിയിലും ആയിരുന്നാലും വേർപെടുത്തി എന്ത് ചെയ്യും, കാണിച്ചു തരാൻ ശക്തിയുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, വചനം. ഇരുവായ്ത്തലയുള്ള വചനം അകത്ത് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ജീവൻ എന്ത് ചെയ്യും, പുറത്തെന്ത് ചെയ്യും, ചൈതന്യമായിട്ട് വരും. ഈ ദുരാത്മാവിന് ഒരിക്കലും എന്തുണ്ടാവില്ല, ചൈതന്യം എന്ത് ചെയ്യത്തില്ല. അവരുടെ വാക്കിലും അവരുടെ പ്രവർത്തികളിലും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ചൈതന്യം എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. ദൈവാത്മാവ് പ്രാപിച്ച ദൈവവചനമുള്ള ദൈവമക്കളിൽ അവരുടെ വാക്കിലും അവരുടെ പ്രവർത്തികളിലും എന്തുണ്ടാവും, ചൈതന്യം ഉണ്ടാവും. ഹല്ലേലൂയ. ആ വെളിച്ചം എന്ത് ചെയ്യും, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ അകത്ത് ജീവൻ കിട്ടിയെന്ന് പറഞ്ഞ് മാത്രം കാര്യമില്ല, വെളിച്ചം പുറത്തെന്ത് ചെയ്യണം, ചൈതന്യമായിട്ട് എന്ത് ചെയ്യണം, വരണം. അപ്പോ ഇത് വേർപെടുത്തി തരുന്നതും സന്ധിമജ്ജകളെ വേർപെടുവിക്കുന്ന തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകും. ഹൃദയത്തിലെ ചിന്തകൾ ജഡത്തിൻ്റെതാണോ ദേഹിയിലതാണോ ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യം എന്താണ്, ഇതിന് സെന്ററാക്കി വെച്ചിരിക്കുന്നത് എന്താണ്, ഹൃദയം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്റെ ഹൃദയം എനിക്ക് എന്ത് ചെയ്യും, തരാൻ. കാര്യം നീ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നീ തന്നെ എന്ത് ചെയ്യും, പെടും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അത് എനിക്ക് എന്ത് ചെയ്യും. കർത്താവിന്റെ അടുത്ത് പൊതുവെ പറയുന്നതാണ്, ഹൃദയം മാത്രം ദൈവമേ നീ എന്ത് ചെയ്യരുത്, ചോദിക്കരുത്. വേറെ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യും, നീ ചോദിച്ചാ ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യാം, തരാം. പക്ഷെ ഹൃദയം എന്ത് ചെയ്യത്തില്ല, തരത്തില്ല. അഥവാ തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നാളെ എന്ത് ചെയ്യാം, ഇന്ന് എന്ത് ചെയ്യട്ടെ. എല്ലാ ദിവസവും അവൻ പറയുന്നത് എന്താണ്, നാളെ എന്ത് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഈ ഹൃദയത്തിലെ ചിന്തനങ്ങളും ഭാവങ്ങളും, ഹൃദയത്തിൽ ആത്മാവിന്റെ ചിന്തയുണ്ട് അല്ലെ. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ ആത്മാവിന്റെ ചിന്ത എന്തെന്ന് എന്ത് ചെയ്യും, അറിയും. ഹൃദയത്തെ ശോധന ചെയ്യുന്നവൻ ദേഹിയിലെ ചിന്ത എന്ത് ചെയ്യും, അറിയും. ഹൃദയത്തെ ശോധന ചെയ്യുന്നവൻ ശരീരത്തിലെ കാര്യങ്ങളും എന്ത് ചെയ്യും, അറിയും. എന്തിനു വേണ്ടിയിട്ടാണ് പ്രാധാന്യം എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ബാക്കി എല്ലാം എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ജീവനകത്ത് പ്രാപിച്ചിട്ടുള്ളതിന്റെ പൂർണ്ണമായ ചൈതന്യം നമ്മൾ പ്രാപിക്കുന്നത് കർത്താവിന്റെ വരവിൽ. ഈ ജീവൻ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ തേജസ്കരിക്കപ്പെടുമ്പോൾ ചൈതന്യം എന്ത് ചെയ്യും, അക്ഷരാർത്ഥത്തിൽ ശരീരം മറുവമലയിൽ കർത്താവ് തേജസ്കരിക്കപ്പെട്ടതുപോലെ എന്ത് ചെയ്യും, തേജസ്കരിക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവിന്റെ പുനരുദ്ധാനത്തിൽ സംഭവിച്ചതുപോലെ എന്ത് ചെയ്യും, പുനരുദ്ധാനം എന്ത് ചെയ്യും, സംഭവിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ ജീവനില്ലാത്ത പ്രത്യാശയാണ്. ജീവനുള്ള പ്രത്യാശയിൽ രണ്ട് കാര്യമാണ് നടക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, അതാണ് ജീവനുള്ള പ്രത്യാശ. പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായി നാം എന്ത് ചെയ്യും, തേജസ്സിൽ എടുക്കപ്പെടും, അതാണ് ജീവനുള്ള പ്രത്യാശ. ഈ പ്രത്യാശ ദൈവവചനത്തിലൂടെ നമുക്ക് ദൈവം എന്ത് ചെയ്യുന്നു, വെളിപ്പെടുത്തി തരുന്നു. ഈ വെളിപ്പെടുത്തി തരുന്ന വചനങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോഴും ഈ വചനത്തെ ചൈതന്യമായി പുറത്തേക്ക് പകരാൻ ശ്രമിക്കുമ്പോഴും എന്തുണ്ടാവും, പല കഷ്ടങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാവും. പൊതുവെ ജനം ദൈവസന്നിധിയിൽ വരുമ്പോൾ
അവർക്ക് അവരുടേതായിട്ടുള്ള കഷ്ടങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടണം, വിടുതൽ എന്ത് ചെയ്യണം, ഉണ്ടാകണം. പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് നിമിത്തമുള്ള കഷ്ടങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാവും. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, വേണ്ടാന്ന് വയ്ക്കും. അത് നിമിത്തം എന്ത് ചെയ്യും, കഷ്ടം ഉണ്ടാവും, പരിശോധനകൾ ഉണ്ടാവും, പരീക്ഷകൾ ഉണ്ടാവും. നമ്മൾ വിശ്വസിച്ച വിശ്വാസത്തെ നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ എന്തുണ്ടാവും, കഷ്ടങ്ങളുണ്ടാവും. ഈ കഷ്ടങ്ങൾക്ക് പരിഹാരം ദൈവസന്നിധിയിൽ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എന്ത് കഷ്ടം മാറണമെന്നാണ്, എന്ത് കഷ്ടം മാറണം? ആദ്യം കർത്താവിന്റെ നാമത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താലല്ലേ അത് നിമിത്തമുള്ള കഷ്ടം ഉണ്ടാവുള്ളൂ. കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ആ ചൈതന്യത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാലല്ലേ ആ സത്യ നിമിത്തം നമുക്ക് എന്തുണ്ടാകത്തുള്ളൂ, പ്രഹരം എന്ത് ചെയ്യത്തുള്ളൂ, ഉണ്ടാകത്തുള്ളൂ. പോരാട്ടം എന്ത് ചെയ്യത്തുള്ളൂ, ഉണ്ടാകത്തുള്ളൂ. എതിർപ്പ് എന്ത് ചെയ്യത്തുള്ളൂ, ഉണ്ടാകത്തുള്ളൂ. നമ്മൾ മിശ്രൈമ്യരായിട്ട് നമ്മൾ ഇഴുകി കിടന്നു കഴിഞ്ഞാൽ എന്തില്ല, ലോകത്തിന് കഷ്ടമൊന്നുമില്ല. അവരില്ല, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അംഗീകരിക്കും, നിങ്ങളെ കൈക്കൊള്ളും. നിങ്ങൾ ലോകക്കാരാകാതെ വരുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഉപദ്രവിക്കുന്നത്. അപ്പോൾ ലോകക്കാരാകാതിരിക്കുന്നതിലൂടെയുള്ള കഷ്ടം വരുമ്പോ കഷ്ടം മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയല്ല, ആ കഷ്ടത്തിൽ എന്ത് ചെയ്യണമെന്നാ പറയണേ, സന്തോഷിപ്പിൻ. ഇന്ന് വിശ്വാസികൾ കഷ്ടത്തിൽ സന്തോഷിക്കാനാണോ വരുന്നത്? കഷ്ടം, കഷ്ടത്തിന്മേ കഷ്ടം, ദുഃഖത്തിന്മേ ദുഃഖം, ആകപ്പാടെ ഞെങ്ങി ഞെരുങ്ങി എന്ത് ചെയ്യുന്നു, തകർന്നിരിക്കുന്നു. വിടുവിക്കുന്നവൻ വരുന്നു, നിന്റെ കഷ്ടമെല്ലാം എന്ത് ചെയ്യുന്നു. ആ കഷ്ടം എന്നല്ല, അത് എല്ലാവർക്കും എന്തുണ്ട്, എല്ലാവർക്കും ഒന്നുണ്ട്. എന്ന് തീരും എന്റെ കഷ്ടം ഇന്നീ മഞ്ഞിലേ, അന്നു മാറും എന്റെ ദുഃഖം. കർത്താവിന്റെ നാമം നിമിത്തം കഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വാടിയിരിക്കൂലല്ലോ. കർത്താവിന്റെ നാമം നിമിത്തം ഉണ്ടാകുന്ന കഷ്ടത്തിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പറയുന്ന കാര്യം നിമിത്തം എന്ത് ചെയ്യണം? അതൊക്കെ ഒന്ന് വരണമെന്ന്. എനിക്ക് ഇന്നലെ വന്നു, ഇന്നലെ ആ പ്രയാസം എന്ത് ചെയ്തു വന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സന്തോഷിക്കുന്നു. കാരണം നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, പോരാടുമെന്ന്. അതിന് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മറ്റൊന്നാണ്, ഞാനൊരു പ്രശ്നത്തിൽ പോകുന്നു, കഷ്ടം തന്നെ, ആ കഷ്ടത്തിൽ നിന്ന് ദൈവം വിടുവിക്കാൻ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുന്നവനും പറയും, മകനെ മകളെ, നിന്റെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ എന്ത് ചെയ്തിരിക്കുന്നു, വന്നിരിക്കുന്നു. കഷ്ടത്തിൽ നിന്നൊക്കെ വിടുവിക്കും. പക്ഷെ ഈ കഷ്ടങ്ങളൊന്നും നമുക്ക് സന്തോഷിക്കാൻ തീരത്തില്ല. ഞാൻ കുറെ കടഭാരത്തിലാണ്, ഓ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ കർത്താവിന്റെ നാമനിമിത്തം കാറി മുഖത്ത് എന്ത് ചെയ്തു, തുപ്പിത്തന്നു. ഒരു നിന്ന വന്നു, ഒരു ദുഷി വന്നു, ഒരു അപമാനം. അങ്ങനെ വല്ലതും വരണമെങ്കിൽ നമ്മൾ അവന്റെ തേജസ് എന്ത് ചെയ്യണം, വെളിപ്പെടുത്തിയാലല്ലേ അങ്ങനെ ചെയ്യുള്ളൂ. എന്ത് കാര്യത്തിലാണ് ദുഃഖിക്കുന്നത്, എന്ത് കാര്യത്തിലാണ് സന്തോഷിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ നിസ്സാരമായ കാര്യത്തിലാണ് എന്ത് ചെയ്യുന്നത് ദൈവമക്കൾ എന്ന് പറയുന്നു. ദേഹത്തിലെ ദുഃഖമാണ് പലർക്കും എന്ത് ഉള്ളത്. ആത്മാവിൽ ചൈതന്യം വെളിപ്പെടുമ്പോൾ ഉള്ള കഷ്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ ചൈതന്യം വെളിപ്പെടണമെങ്കിൽ സത്യം വല്ലതും ജീവിതത്തിൽ എന്ത് ചെയ്യണം, വേണം. അത് പറഞ്ഞു നോക്കണം. ദൈവവചനത്തിലെ സത്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തോണം, നിന്ന് നോക്കണം. ദൈവികമായ എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്ത് നോക്കണം, ചെയ്തു നോക്കണം. ദൈവത്തിന്റെ വായായിട്ട് എന്ത് ചെയ്ത് നോക്കണം, നിങ്ങളെ വായ എന്ത് ചെയ്തോണം, ഒന്ന് കൊടുത്തു നോക്കണം. അന്നേരം എന്ത് ചെയ്യും, വായ്ക്കകത്ത് അടി എന്ത് ചെയ്യും, കിട്ടും. ആ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, വായി തോന്നിയത് പറഞ്ഞു കിട്ടിയിട്ട് വന്നിരുന്ന ദൈവസന്നിധിയിൽ കരയണയിലെ കാര്യമില്ല. ഒരുപാട് ആൾക്കാരുടെ കഷ്ടം എന്താണ്, വായി തോന്നുന്നതൊക്കെ പറഞ്ഞിട്ട് കിട്ടിയതിന്റെ കാര്യമാണ് ആൾക്കാരുടെ ദുഃഖം. വായി തോന്നുന്നത് പറഞ്ഞ് കിട്ടിയ കാര്യമില്ല. എന്നിട്ട് എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ, നീ ചെയ്തത് കുഴപ്പം കൊണ്ടാണ്. തീമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ 2 തീമോഥെയോസ് 3:12 എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ചെയ്യും ഉണ്ടാവും. അപ്പോ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ട്രോഫിയാണ് എന്തേ, ഇവിടെ ഇരിക്കുന്ന എത്ര പേർ ഭക്തിയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ദുരാത്മാക്കൾ പിടിച്ചവരെന്ത് ചെയ്യും, ഉപദ്രവിക്കും. മിസ്രൈം പുത്രിയായിട്ടും എന്ത് ചെയ്യാം, ജീവിക്കാം. സിയോൻ പുത്രിയായിട്ടും എന്ത് ചെയ്യാം, ജീവിക്കാം. ഇന്ന് മിസ്രൈം പുത്രിയെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ആരാധന നടത്താനാണ് ഒത്തിരി ആൾക്കാർക്ക് എന്ത് ഇഷ്ടം. ആളാരാണ്?
മിസ്രൈമിൽ തന്നെ കിടക്കണം. അവിടുത്തെ ഒരു കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, വിടുതൽ കിട്ടിയിട്ടില്ല. സിയോൻ പുത്രി എന്നാണ് പറയുന്നതെങ്കിലും മിസ്രൈം പുത്രിയുടെ എല്ലാ സ്വഭാവവും എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്. കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മിസ്രൈമിൽ നിന്ന് എന്ത് ചെയ്യണം, വിടുവിക്കപ്പെടണം. ഫറവോനിൽ നിന്ന് എന്ത് ചെയ്യണം, വിടുതൽ പ്രാപിക്കണം. മിസ്രൈമിയ സ്വഭാവങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം, അവരുടെ കൾച്ചറിൽ നിന്ന് എന്ത് ചെയ്യണം, അവർ എന്ത് ചെയ്യണം, വിടുതൽ പ്രാപിക്കണം. പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഏശാവിൽ നിന്ന് എന്ത് ചെയ്യണം, അമേലേക്ക് അല്ലെ, ഏശാവിന്റെ പൗത്രൻ തലമുറയാണ് ആര്, അമേലേക്കർ എന്ത് ചെയ്യണം, ഹല്ലേലൂയ. അനാക്യ മല്ലന്മാരെ എന്ത് ചെയ്യണം, ജയിക്കണം. യബൂസിയരെ എന്ത് ചെയ്യണം, ജയിക്കണം. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച. ഇതിനെയൊക്കെ ജയിച്ചിട്ടാണ് മുമ്പോട്ട് എന്ത് ചെയ്യാൻ പോകാനുള്ളത്. അപ്പൊ ഭക്തിയോടെ ജീവിക്കുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവും, മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ വിഷയങ്ങളും അന്നോടെ എന്ത് ചെയ്യും, തീരുന്നാണോ, അന്ന് തുടങ്ങും ഉപദ്രവം. അതുകൊണ്ടാണ് പലപ്പോഴും ഭക്തിയോടെ ജീവിക്കാൻ ആൾക്കാർ എന്ത് ചെയ്യാത്തത്, ഇഷ്ടപ്പെടാത്തത്. കാരണം ഒരു ഉപദ്രവവും വേണ്ടല്ലോ, ഇല്ലല്ലോ. എന്നെ ആരും എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഈ മിണ്ടുന്നില്ല, കേൾക്കുന്നില്ല, പറയുന്നില്ല, ഉപദ്രവിക്കുന്നുമില്ല. കർത്താവ് അകത്തുണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ, പറഞ്ഞേ പറ്റൂ. പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ തേജസ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭക്തി കൂടുന്നതനുസരിച്ച് ചൈതന്യം എന്ത് ചെയ്യും, പുറത്തു വരും. പുറത്തു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെളുത്ത് തുടുത്ത് നല്ല വെള്ളയൊക്കെ ഇട്ട് നടക്കുന്ന കാര്യമല്ല പറയണം, തിന്ന് കൊഴുത്ത് നടക്കുന്ന കാര്യമല്ല. രണ്ട് കാര്യമാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്നത്, വാക്കും പ്രവൃത്തിയും. ചൈതന്യം വെളിപ്പെടുന്ന എന്തിലൂടെയാണ്, വാക്കിലൂടെയും. ഇതാണ് മനുഷ്യൻ രണ്ട് കാര്യങ്ങളാണ്. ഒരാളിനെ എങ്ങനെ അറിയാം, വാക്കിലൂടെ. ഒരാളിനെ എങ്ങനെ അറിയാം, പ്രവൃത്തിയിലൂടെ. ഇതല്ലാതെ അറിയാൻ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം ഇങ്ങോട്ട്. പിന്നെ ദൈവത്തിന് അവനെ അറിയാൻ പറ്റുന്ന എങ്ങനെയാണ്, ഇവന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടല്ല, അവന്റെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യുന്നു, അറിയുന്നു. ഹൃദയത്തിലിരിക്കുന്നത് വ്യക്തി ജീവിതങ്ങൾ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. വായി കൊണ്ട് പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിൽ ഇരിക്കുന്ന കാര്യം ആര് കാണുന്നുണ്ട്, ദൈവം. പക്ഷെ ഹൃദയത്തിലെ കാര്യം പിശാചിന് അറിയത്തില്ല. വാ കൊണ്ട് പറഞ്ഞാലേ പിശാച് എന്ത് ചെയ്യത്തുള്ളൂ, അത് കേൾക്കുള്ളൂ. പ്രവർത്തിച്ചാലേ പിശാച് എന്ത് ചെയ്യത്തുള്ളൂ, അതറിയത്തുള്ളൂ. അപ്പോ ചിന്തയും വാക്കും പ്രവൃത്തിയും ഈ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. എന്തേ, ഇത് മൂന്നും ഒന്ന് ക്രമപ്പെട്ട് സിമ്പിളാണ്. ഈ മൂന്ന് കാര്യം ഒന്ന് എന്ത് ചെയ്താൽ മതി, ഇതല്ലേ പാട്. ഈ മൂന്ന് കാര്യം ക്രമപ്പെടുത്തുന്നതിൽ നമുക്കൊരു വിജയം കിട്ടിയിരുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സന്തോഷത്തോടെ എന്ത് ചെയ്തേ. നമ്മളെ ഇപ്പൊ വേറെ ആരുമല്ല നമ്മളായിട്ട് ഇടി തറന്നത്. മനസ്സ്, വികാര, ഇച്ഛാശക്തി, ജഡത്തിന്റെ കാര്യങ്ങളെല്ലാം കൂടെ ആത്മാവിനെ കുഞ്ചിന്തി ഇടിയാണ്. ഇടി നമ്മൾ കിട്ടിയ ക്ഷതമല്ല ഏറ്റവും കൊണ്ട് അത് ശരീരത്തിൽ എന്ത് ചെയ്യുന്നു, വെളിപ്പെടുമ്പോൾ തേജസ് വെളിപ്പെടുന്നതിന് പകരം മന്തിക്കാട്ടം ചവിട്ടിയതുപോലെ ആവും. മനുഷ്യർ അവരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാളും വെളിച്ചത്തിൽ. നമ്മളിപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും ഇപ്പൊ എന്തൊക്കെ ആയാലും നമുക്ക് വെളിച്ചത്തിൽ വന്നാലേ പറ്റൂ, ഇല്ലാതെ രക്ഷയില്ല. പോണോ നോക്കാണ് എന്തില്ല ആഗ്രഹമുള്ളത്, പക്ഷെ പോയാൽ അവിടെ ഇട്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് പോകാനും ഒക്കൂല, പോവാതിരിക്കാനും പറ്റുന്നില്ല. ശരിയായേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇരിക്കണവർക്കും കേൾക്കണവർക്കായിട്ട് സ്വന്തം നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ലോകം നമുക്കെതിരാണ്, പിശാച് നമുക്കെതിരാണ്, നമ്മുടെ തന്നെ ജഡം നമുക്കെതിരാണ്, പാപം നമുക്കെതിരാണ്. യവ നിമിത്തം നമുക്ക് കർത്താവിനെ സ്വീകരിച്ച നിമിത്തമുള്ള കഷ്ടം നമുക്ക് എന്ത് ചെയ്യും, ഉണ്ടാവും. ഒത്തിരി ആൾക്കാർ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടവും മാറുമെന്നാണ് പഠിപ്പിച്ചു വിട്ടേക്കണം. ജീവിതത്തിലുള്ള കഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യും, വരും. പക്ഷെ കർത്താവിന്റെ നാമനിമിത്തമുള്ള കഷ്ടം നമുക്കുണ്ടാകുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ കഷ്ടങ്ങളിൽ എന്ത് ചെയ്യും, നിങ്ങൾ സന്തോഷിപ്പിൻ. ലോകക്കാരിൽ നിന്ന് എന്തുണ്ടാവും, കഷ്ടം ഉണ്ടാവും. വിശ്വാസികളായി ജീവിക്കുമ്പോൾ പരീക്ഷകൾ എന്ത് ചെയ്യും, ഉണ്ടാവും. അതൊരു കഷ്ടമാണ്. പരിശോധനകൾ എന്ത് ചെയ്യും, ഉണ്ടാകും. അതൊരു കഷ്ടമാണ്. ഈ കഷ്ടങ്ങളെല്ലാം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, യഥാർത്ഥത്തിലെ കഷ്ടം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, സന്തോഷിക്കും. നിങ്ങൾക്ക് ഈ ലോകത്തിൽ മായയായ ലോകത്തിലെ കഷ്ടമാണ് നിങ്ങളിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? യഥാർത്ഥത്തിലുള്ള കഷ്ടമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, മായയായ ലോകത്തിന്റെ മായയായ കഷ്ടം കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ,
കഷ്ടപ്പെടുത്തി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ആ കഷ്ടം എടുത്ത് താങ്ങാൻ പറ്റാതെ, കർത്താവേ നിന്നെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് വർഷം ഇത്രയായിട്ടും എൻ്റെ ഈ കഷ്ടപ്പാടൊന്നും ഇപ്പോഴും മാറുന്നില്ലയോ, പിന്നെ എന്തിനു വരണമെന്നാണ് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ മാറൂലേ? സന്തോഷിക്കുന്ന കഷ്ടമുണ്ട്, ദുഃഖിപ്പിക്കുന്ന കഷ്ടമുണ്ട്. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? സന്തോഷിക്കുന്ന കഷ്ടം വേണമെങ്കിൽ ജീവനും ചൈതന്യം എന്ത് ചെയ്യണം? അപ്പോൾ പച്ച മരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്ക മരത്തോട് എത്ര അധികം ചെയ്യും? ഇതിന് മാമന്റെ, മച്ചമ്പീര, ചിറ്റപ്പന്റെ, കൊച്ചച്ഛന്റെ ഇന്ന ആള് മോളെ, മരുമോള്, കൊച്ചുമോളെ കല്യാണത്തിന് വിളിച്ചില്ല, എന്നെ ഒഴിവാക്കി കളഞ്ഞു ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. ശുശ്രൂഷിക്കുന്ന വിചാരിക്കും ആത്മനിർഭർ പ്രാപിച്ച് എന്ത് ചെയ്യുന്നു? ആത്മാവ് തൊടുന്നു, ചില ഹൃദയങ്ങളെ തൊടുന്നു. ഇവര് കരയണ എന്തിനാണ്? കല്യാണം വിളിക്കാത്തത്, അല്ലാതെ അവിടെ ആത്മാവ് വന്നിട്ടൊന്നുമല്ല. അപ്പോ ദുഃഖം എന്തിനാണെന്നുള്ള കാര്യം, കഷ്ടം ഏത് കഷ്ടമാണെന്നുള്ള കാര്യം ആദ്യം എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ത് ചെയ്യണം? അതിൽ സന്തോഷം ഉണ്ടാകും. യോഹന്നാൻ 16:33 വാക്യത്തിൽ പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക തരം കഷ്ടമുണ്ടെന്ന് കർത്താവ് പറയാണ്. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുമോ? നിൽക്കുമോ? കഷ്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുമോ? അപ്പൊ ഇവിടെ പറയുന്ന എന്ത് കഷ്ടം? നിങ്ങൾ എന്നെ സ്വീകരിച്ചത് കൊണ്ട്, നിങ്ങൾ എന്നെ വെളിപ്പെടുത്തുന്നത് കൊണ്ടും നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടം. എങ്കിലും കഷ്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ധൈര്യം എന്ത് ചെയ്യും? ചോർന്നു പോകും. കർത്താവ് പറഞ്ഞ എന്താ? ധൈര്യപ്പെടുവിൻ. നമുക്ക് ലോകപരമായിട്ടുള്ള കഷ്ടം വരുമ്പോഴത്തേക്ക് ധൈര്യം നമുക്ക് ആവശ്യമാണ്. പക്ഷെ കർത്താവിന്റെ നാമത്തിൽ നിൽക്കുമ്പോൾ ചില കഷ്ടങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടാകും. അവിടെ നിങ്ങൾ കൂടുതൽ ധൈര്യം എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഞാൻ ലോകത്തെ എന്ത് ചെയ്തിരിക്കുന്നു? അല്ലേലു, ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ കുറിച്ച് സിമ്പിളായിട്ട് യോഹന്നാൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതാണ് ലോകത്തിന്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. കണ്ണി കാണുന്നതെല്ലാം എന്ത് ചെയ്യുന്നു? മോഹി. ജഡത്തിന്റെ മോഹം, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ജഡത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടാവും. മനസ്സിലായി? ജഡത്തിലെ ആഗ്രഹങ്ങൾ, എത്ര കഴിച്ചാലോ, എത്ര ഉടുത്താലോ, എന്തെല്ലാം ആയാലും എന്തില്ല, ഒരു തൃപ്തിയില്ല. ജഡത്തിന്റെ മോഹം. പിന്നെന്താണ്? ജീവനമുണ്ട്, പക്ഷെ ആ ജീവനം കൊണ്ട് തൃപ്തിയില്ല. കുറച്ച് പ്രതാപമായിട്ട് എന്ത് ചെയ്യണം? കുറച്ചുകൂടെ എന്ത് ചെയ്യണം? ആ പ്രതാപത്തോടെ എനിക്ക് എന്ത് ചെയ്യണം? ജീവിക്കണം. ദൈവസന്നിധിയിൽ പലരും വരുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രാവി ഇങ്ങനെ ഇരിക്കണ, വയസ്സായ ക്രാവി ഇരിക്കണ ഗാന്ധിജിയെ കാണാനാണ് പലപ്പോഴും പറഞ്ഞത്. തീജ്വാല പോലെ ജ്വലിക്കുന്ന കണ്ണുള്ളവൻ അവനെ വേണ്ട. ഉലയിൽ ഉരുക്കിയ എടുത്ത പോലെ ഉറപ്പുള്ള കാലുകളുള്ളവൻ എന്ത് ചെയ്യണ്ട? കാണണ്ട. ഗാന്ധിജിയെ കാണാം. ഗാന്ധിജിയെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമാണ് ആൾക്കാർക്ക് എന്ത് ചെയ്യാനുള്ളത്. യോഹന്നാൻ ആത്മവിവശനായി കണ്ടവനെ കാണാൻ ആഗ്രഹമുണ്ടോ? അതെ, അവൻ മരിച്ചവനെ പോലെ വീണു. അവനെ കാണാനുള്ള ആഗ്രഹത്തിൽ ആത്മവിവശതയുണ്ടായി. ആരെ കാണാനാണ് വരുന്നത്? എന്ത് നിമിത്തമുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെടാനാണ് വരുന്നത്? കർത്താവിന്റെ നാമ നിമിത്തമുള്ള വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? സന്തോഷിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് എന്റെ നിമിത്തം എന്തുണ്ടാവും? കഷ്ടം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അല്ലാതെ ലോകത്തിൽ പിന്നെ കർത്താവിനെ സ്വീകരിച്ചവർക്ക് മാത്രമേ കഷ്ടമുള്ളൂ. നിങ്ങൾക്ക് മാത്രമേ കഷ്ടമുള്ളൂ. നിങ്ങൾ ഈ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വത്രം കഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ അതിനെ ഓവർടേക്ക് ചെയ്ത് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനെ എന്ത് ചെയ്യണം? വഹിച്ച് നിങ്ങൾ രണ്ട് സുവിശേഷം പറയുമ്പോൾ രണ്ട് എന്ത് ചെയ്യും? കേൾക്കും. കള്ളന് കഞ്ഞി വെച്ചോന്നൊക്കെ എന്ത് ചെയ്യും? കേൾക്കുമ്പോ കൊള്ളക്കാരൻ കൊള്ളയടിക്കണവൻ എന്നൊക്കെ കേൾക്കുമ്പോ എന്ത് ചെയ്യും? അപ്പൊ ബാക്കി കഷ്ടം അടിയിപ്പോവും. ഇതെന്ത് ചെയ്യും? സന്തോഷം പുറത്തെന്ത് ചെയ്യും? വരും. അപ്പൊ സുവിശേഷം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പൊ പറയാത്തതിന്റെ കുഴപ്പമാണ് ഇപ്പൊ ഉള്ളത്. നിങ്ങൾ തന്നെയാണ് ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, അവരെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ എനിക്കുണ്ട്,
സ്വയത്തെ എനിക്കുണ്ട്, ഉള്ളത് കളയാൻ സൂക്ഷിച്ചോ, അധികം കിട്ടാൻ പോകും. അപ്പൊ അധികം സന്തോഷിച്ചോ. കർത്താവിന്റെ നാമം നിമിത്തം കഷ്ടമുണ്ടാവും. ഹല്ലേലൂയ. എങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ കർത്താവ് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, പിശാചിനെ സകലത്തെയും ജയിച്ചു. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 14-ാമത്തെ അധ്യായം 14-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം. പ്രതിസന്ധി വന്നാൽ എന്ത് ചെയ്യണം? വിശ്വാസം കളയരുത്. ചിലർക്ക് ചില കഷ്ടങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? ലോകപ്രകാരമുള്ള കഷ്ടം വന്നു കഴിഞ്ഞാലും അതിനൊരു വ്യത്യാസം വന്നില്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഇറങ്ങിപ്പോകും. പക്ഷെ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ചില പ്രതിബന്ധങ്ങളും കഷ്ടങ്ങളും വന്നു കഴിഞ്ഞാൽ അവർ ഇറങ്ങി പോവില്ല, വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങി പോവില്ല. കാരണം അവർ വിളിച്ച ദൈവത്തെ അവർക്ക് അറിയാം. അല്ലെങ്കിൽ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? കഷ്ടം വന്നാലും പ്രതികൂലം വന്നാലും എന്ത് വന്നാലും എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ നിലനിൽക്കണം. നമ്മൾ അനേകം കഷ്ടങ്ങളിലൂടെ അനേകം ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങളിലൂടെ ദൈവരാജ്യം കിടക്കുന്നു എന്നല്ല. ലോകപ്രകാരമുള്ള കഷ്ടമല്ല ഇവിടെ പറയുന്ന അനേക കഷ്ടം. യേശുവിന്റെ നാമ നിമിത്തമുള്ള കഷ്ടമുണ്ടാവും. കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെ ഇടയിൽ ചെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇരിക്കാൻ പറ്റൂല. അപ്പൊ യവനൊരു അതിവിശുദ്ധൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് അകലയുടെ ദൈവസന്നിധി പോലും വിട്ടിട്ട് എന്ത് ചെയ്തളെ പോകളെ. എന്നിട്ട് പിന്നെ ആത്മാവിൽ സന്തോഷിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ജനം സംബന്ധിച്ച് കർത്താവിന്റെ നാമ നിമിത്തം ഉണ്ടാകുന്ന കഷ്ടനിമിത്തം അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അത് തന്നെയാണ് ആരാധനയുടെ സന്തോഷം. അല്ലാതെ ലോകപരമായിട്ടുള്ള കഷ്ടങ്ങളെല്ലാം മാറ്റുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പോണ വഴിക്ക് എന്ത് ചെയ്യും? അത് പോവും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് വേറൊരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യും? വരുമ്പോൾ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് പിന്നെ പഴയതിനെക്കാട്ടിലും മറ്റേന്നാണ് കിട്ടിക്കൊണ്ടേ ഇരിക്കും തോറും സന്തോഷം കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വചനമൊന്നുമില്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം വരെ 11-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യം മുതൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ ഏറ്റവും അധികം, എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, കർത്താവിന്റെ കൂടെയുള്ള ശിഷ്യന്മാരെ വച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആ കാലഘട്ടത്തിൽ ആരില്ല? പൗലോസ് ശുശ്രൂഷയിൽ ഇല്ല. പൗലോസ് പറയാണ്, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. ഉണ്ടോ? അധികം പ്രാവശ്യം എന്ത് ചെയ്തു? തടവിലായി. ഉണ്ടോ? ഏറ്റവും അധികം പ്രാവശ്യം ജയിലിൽ അടയ്ക്കപ്പെട്ടത് ആരാണ്? പൗലോസ്. എന്ത് നിമിത്തം? സുവിശേഷം നിമിത്തം. അകത്ത് പ്രാപിച്ച ജീവന്റെ ചൈതന്യം പുറത്തു വന്നത് നിമിത്തം. അനവധി അടി എന്ത് ചെയ്തു? അക്ഷരാർത്ഥത്തിൽ ശരീരത്തിൽ എന്ത് കിട്ടി? അടി കിട്ടി. പലപ്പോഴും പ്രാണഭയത്തിലായി. നമുക്കറിയാം, കൊന്നുകളയാൻ പദ്ധതി എന്ത് ചെയ്തു? ഇട്ടുകളഞ്ഞു. കോട്ടവാതിൽ ഒരു കുട്ടയ്ക്കകത്ത് എടുത്ത് ഇരുത്തി എന്ത് ചെയ്തു? രഹസ്യമായിട്ട് ഇറക്കി വിട്ടു. അതുവഴി ഓടി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കൊന്നാളെ. യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറേ 40 അടി. യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് അല്ലെ, യേശുവിനെ ശിക്ഷിക്കുമ്പോഴത്തേക്ക് അല്ലേ പീലാത്തോസ് പറഞ്ഞ എന്താ? അവരുടെ നിയമ നടപടി അനുസരിച്ച് അടിപ്പിച്ച് വിടുക എന്ന് പറയും. 40 അടി തികയ്ക്കത്തില്ല, 39 അടി എന്ത് ചെയ്യത്തുള്ളൂ? വയ്ക്കത്തുള്ളൂ. അങ്ങനെ 39 അടി 5 വട്ടം കൊണ്ട്. വിശ്വാസികൾ തമ്മിലോ ചിരിച്ചില്ല, അതുകൊണ്ട് സഭയിൽ പോണില്ല, പ്രൈസ്തലോട് പറഞ്ഞില്ല. എനിക്കത് ഭയങ്കര ആഴമായിട്ട് എന്ത് ചെയ്തു? നൊന്തു. ഒന്ന് കുറേ 40, 39 അടി വച്ച് 5, 39 × 5, 3 വട്ടം കോലിനാലുള്ള അടി. അടിച്ചെന്ത് ചെയ്യും? പൊട്ടിക്കും. എന്ത് നിമിത്തമുള്ള കഷ്ടം? സുവിശേഷം നിമിത്തമുള്ള കഷ്ടം. ഒരിക്കൽ കല്ലേറ്. ഈ കല്ലേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കല്ലെടുത്ത ഒരാൾ ഇങ്ങനെ എറിഞ്ഞിട്ട് അതുവഴി ഓടിക്കളയുന്നല്ല, കൂട്ടത്തോടെ എന്ത് ചെയ്യും? എറിഞ്ഞു കഴിഞ്ഞാൽ വിഴുന്നാൽ അവിടെ ഇട്ട് അതിനെ കൂമ്പാരമായിട്ട് എന്ത് ചെയ്യും? വയ്ക്കും. കാരണം ഇനി മേലാൽ വേറൊരാള് ഇതുപോലൊരു കാര്യം എന്ത് ചെയ്യരുത്? ആവർത്തിക്കരുത്. പൗലോസിനെയും കല്ലെറിഞ്ഞിട്ടും അവിടെ നിന്ന് വഴുതി എന്ത് ചെയ്തു? രക്ഷപ്രാപിച്ചു. 3 വട്ടം കപ്പൽ ഛേദത്തിൽ എന്ത് ചെയ്തു? അകപ്പെട്ടു. ഒരു രാപ്പകൽ എന്ത് ചെയ്തു? വെള്ളത്തിൽ കഴിച്ചു. വെള്ളത്തിൽ തന്നെ കിടക്കേണ്ടി വന്നു. ഞാൻ പലപ്പോഴും എന്ത് ചെയ്തു? യാത്രകളിൽ ആയിരുന്നു. നദികളിൽ എന്തുണ്ടായി? ആപത്തുണ്ടായി. കള്ളന്മാരാൽ എന്തുണ്ടായി? ആപത്തുണ്ടായി. വലിയ കഷ്ടം. സ്വന്തം ജനത്തിൽ നിന്ന് എന്ത് ചെയ്തു?
ഇതൊക്കെ ഒന്ന് പൗലോസ് എന്ത് ചെയ്തിട്ടുണ്ട്? ജാതികളിൽ നിന്നുള്ള എന്തുണ്ടായി? ആപത്തുണ്ടായി. പട്ടണത്തിൽ നിന്നുണ്ടായി. പട്ടണത്തിൽ നിന്ന് ഓട്ടിച്ചളഞ്ഞു. ആപത്തുണ്ടായി. കാട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഒളിച്ചു പോയി താമസിക്കേണ്ടി വന്നു. എന്ത് നിമിത്തം? കടലിലെ ആപത്ത്. പിന്നെ പറഞ്ഞ കള്ള സഹോദരന്മാരിൽ നിന്നുണ്ടായി. അധ്വാനം. കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ത് ചെയ്തു? ഉണ്ടായപ്പോൾ സ്വന്തം കൈകളുടെ അധ്വാനത്തിൽ നിന്ന് എന്നെ സുവിശേഷീകരണം ചെയ്യേണ്ടതായിട്ട് വന്നതുകൊണ്ട് ഇതിനിടയിൽ കൂടെ എന്ത് ചെയ്തു? കൂടാരപ്പണി കൂടെ എന്ത് ചെയ്തു? സ്വന്തം അധ്വാനം എന്ത് ചെയ്തു? ഉണ്ടായി. പ്രയാസം ഉണ്ടായി. പലവട്ടം ഉറക്കം എന്ത് ചെയ്തു? ഇല്ലാതെ പോയി. പൈതാഹം ഉണ്ടായി. പലവട്ടം പട്ടിണി. ആലോചിച്ചു. എന്ത് നിമിത്തം? നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്ത് കഷ്ടം മാറണമെന്നാണ് നിങ്ങൾ പറയണത്? അത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി തരൂ. നിങ്ങൾ ഏത് കഷ്ടം മാറണമെന്നാ പറയണത്? ഹലോ, കർത്താവ് പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് പറഞ്ഞത് ഈ കഷ്ടങ്ങളാണ്, ഈ ഞെരുക്കങ്ങളാണ്, ഈ പോരാട്ടം. സഭ പണിയുമ്പോൾ, സുവിശേഷം ചെയ്യുമ്പോൾ, ദൈവിക ദൗത്യത്തിലേക്ക് നിങ്ങൾ കാൽച്ചുവട് വയ്ക്കുമ്പോഴുള്ള കഷ്ടം. സഭ ഇരിക്കുന്നത് ജനം തോന്നിയ പോലെയൊക്കെ പോയിട്ട് അവർക്ക് നേരിടുന്നതായിട്ടുള്ള കഷ്ടം മാറ്റാനല്ല. അത് മാറുമോ? അത് മാറും. പക്ഷേ ദൈവസഭ ഇരിക്കുന്ന എന്തിനാണ്? അവന്റെ നാമം നിമിത്തമുള്ള കഷ്ടങ്ങൾ വർദ്ധിക്കും തോറും ദൈവജനം അതിന്റെ സഭാമധ്യത്തിൽ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. ഇതിനെക്കാട്ടിലും വലിയ കഷ്ടം വരാനുണ്ടോ? ശീതം, തണുപ്പ് വന്നപ്പോൾ പുതയ്ക്കാൻ എന്തില്ല? കമ്പിളിയില്ല. അതുകൊണ്ടാണ് ജയിലിൽ കിടക്കുമ്പോഴത്തേക്കും പ്രായമായി 60 വയസ്സിന് മേളിൽ പ്രായമുള്ള സമയത്തിൽ നീ വരുമ്പോൾ ആ പുതപ്പ് കൂടെ എന്ത് ചെയ്യണം? കൊണ്ടുവരാൻ പറഞ്ഞത്. കാര്യം മൂടി പുതയ്ക്കാൻ പുതപ്പില്ല. നഗ്നത എന്ന് പറഞ്ഞ എന്താ? മാറി ഉടുക്കാൻ തുണി. പൗലോസിനെ പോലെ ശ്രേഷ്ഠതയുടെ അപ്പോസ്തലന്മാര് ഭൂമിയിൽ എന്ത് ചെയ്തിട്ടില്ല? ഉണ്ടായിട്ടില്ല. ഇന്നാണെങ്കിലോ കോട്ട്, സൂട്ട്, ഇനി പറയാമൊന്നുമില്ല. ദൈവം അനുഗ്രഹിച്ചു. മലന്ന് കിടന്ന് തുപ്പും പോലെയുള്ള ശുശ്രൂഷയാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ കഷ്ടം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? സത്യത്തിനെതിരെ നിങ്ങൾ കഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ? സത്യത്തിന് വേണ്ടി നിന്നപ്പോൾ നിങ്ങൾ കഷ്ടം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ നമ്മെ തന്നെ ഒന്ന് എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. അസാധാരണമായ സംഗതികൾ എന്ത് ചെയ്തു? ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും എന്ത് ചെയ്യും? കാര്യം ഈ പറയണ കാര്യമൊന്നും ആൾക്കാർക്ക് അങ്ങോട്ട് എന്ത് ചെയ്യണില്ല, അങ്ങോട്ട് മനസ്സിലാവണില്ല. ക്രിസ്തു ചെയ്ത കാര്യം എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. 3.5 വർഷക്കാലം ശുശ്രൂഷയിൽ സംഭവിച്ച കാര്യമെല്ലാം എല്ലാവർക്കും എന്ത് ചെയ്യും? 5 അപ്പം എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ചപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്തു? ഉണ്ടായി. എല്ലാവരും വാരി തിന്നതും എല്ലാം. മുടന്തൻ നടക്കുന്നു, കുരുടൻ നടക്കുന്നു, ചെകിടം കേൾക്കുന്നത് എല്ലാം അറിയും. പക്ഷെ ക്രൂശിലെ കാര്യം പ്രസംഗിച്ചപ്പോൾ ആർക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവണില്ല. ഉയർത്തെഴുന്നേറ്റ കാര്യത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ മനസ്സിലാവണില്ല. ശുദ്ധീകരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ മനസ്സിലാവണില്ല. രോഗനിമിത്തമുള്ള കഷ്ടത്തിൽ സൗഖ്യമുണ്ടാകേണ്ടുന്നതിന് യേശുവിനെ അനുഗമിക്കുന്ന കാര്യം മനസ്സിലാവും. വിശന്നിരുന്നവനെ കണ്ട് മനസ്സലിഞ്ഞവനിൽ നിന്ന് ആ കഷ്ടം, ലോകപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ മനസ്സിലാവും. പുനരുദ്ധാനം ചെയ്തത് എന്തിനാണ്? പൗലോസ് പറയുന്നു, ദാവീദിന്റെ കുലത്തിൽ നിന്ന് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ദ്രവത്വം കണ്ടവനെ അല്ല ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്, ഉയർത്തെഴുന്നേറ്റത് മുതലുള്ളതാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? മരിച്ച് മൺമറഞ്ഞു പോയെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം കൊണ്ട് എന്തില്ല, അത് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. രോഗസൗഖ്യം പ്രസംഗിച്ച് നടക്കുന്നതുകൊണ്ട് ആവശ്യമൊന്നും ഇല്ല. ഉയർപ്പിനെ പ്രസംഗിക്കൂ. ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തോളം എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യില്ല? അപ്പം നിന്നവരും അനുഗ്രഹം കിട്ടിയവരും രോഗസൗഖ്യം കിട്ടിയവരും 40 ദിവസം പുനരുദ്ധാനം പ്രാപിച്ച കർത്താവിന്റെ സാന്നിധ്യം അവരെ അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരമുള്ള കഷ്ടങ്ങൾ അനുഭവിക്കാൻ വിട്ടുകൊടുത്തത്? ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അവൻ 3-ാം സ്വർഗത്തോളം എന്ത് ചെയ്തു? എടുക്കപ്പെട്ടു. മനുഷ്യൻ ഉച്ചരിച്ചുകൂടാത്ത ശബ്ദങ്ങൾ ഞാൻ അവിടെ എന്ത് ചെയ്തു? കേട്ടു. അവിടെ വെളിപ്പാടുകൾ ഞാൻ കണ്ടു, കേട്ടു. ദൈവിക ദർശനങ്ങൾ ഞാൻ പ്രാപിച്ചു. ദൈവത്തിന്റെ ആലോചനയുടെ ശബ്ദം ഞാൻ എന്ത് ചെയ്തു? കേട്ടു. ദൈവിക ജ്ഞാനം ഞാൻ എന്ത് ചെയ്തു? കേട്ടു. രക്ഷയുടെ സുവിശേഷം അതിന് തലവച്ചു.
നീതീകരണത്തിന്റെ സുവിശേഷത്തിന് തലവച്ചു. ശുദ്ധീകരണത്തിന്റെ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ ഞാൻ കർത്താവിന്റെ സഭയിൽ ശുദ്ധീകരണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വെളിപ്പാടുകൾ കൊടുത്തത് പൗലോസാണ്. ഹല്ലേലൂയ. തന്നിമിത്തം എന്തുണ്ടായി? ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എന്ത് ചെയ്തു? ഉണ്ടായി. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തുവിനെ എന്ത് ചെയ്തു? പ്രസംഗിച്ചു. ഇന്ന് വിശ്വാസികൾക്ക് ഞാൻ ചോദിക്കട്ടെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വേണമോ, അതോ 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത യേശുവിനെ വേണമോ? പറയൂ. എവിടെ പോയി? ഞാൻ അടുത്ത് ചോദിക്കട്ടെ, 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത ശുശ്രൂഷകളാണോ നിങ്ങൾക്ക് ആവശ്യം? ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ആവശ്യം. മൂന്നര വർഷക്കാലത്തെ ശുശ്രൂഷയാണ് ആവശ്യം. സ്വർഗാരോഹണം ചെയ്തവനെയാണ് ആവശ്യം. 3.5 വർഷത്തെ കാല ശുശ്രൂഷയാണ് ആവശ്യം. ഇനി വീണ്ടും മധ്യാകാശത്തിൽ വരുന്നവനെയാണോ ആവശ്യം? ക്രൂശിന്റെ വചനത്തിൽ കഷ്ടമുണ്ട്, പുനരുത്ഥാനത്തിന്റെ വചനത്തിൽ കഷ്ടമുണ്ട്, സ്വർഗാരോഹണത്തിന്റെ കാര്യം പറയുമ്പോൾ കഷ്ടമുണ്ടാകും, മധ്യാകാശത്തിലെ വരവിനെ കുറിച്ച് പറഞ്ഞാൽ കഷ്ടമുണ്ടാകും. ലോകത്തിന്റെ അനുഗ്രഹങ്ങളും താൽക്കാലികമായ വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങളും പ്രസംഗിച്ചാൽ കഷ്ടം ചെയ്തില്ല, ഉണ്ടാകത്തില്ല. കാരണം അവൻ ആവശ്യമുള്ള കാര്യം പ്രസംഗിച്ചാൽ എവിടെ കഷ്ടം ഉണ്ടാവും? നിങ്ങളുടെ സുവിശേഷത്തിലും കടഭാരം മാറും, ലോൺ അസാധുവാകും, രോഗം മാറും, ക്ഷീണം മാറും എന്നൊക്കെ പറഞ്ഞു നോക്ക്. ഒരു കുഴപ്പം വരില്ല. ക്രൂശിലെ ക്രിസ്തുവിനെ നീ പ്രസംഗിച്ചു നോക്ക്, നീ പറഞ്ഞു നോക്ക്. പുനരുദ്ധാനം പ്രാപിച്ചവനെ നീ പറഞ്ഞു നോക്ക്. ആത്മാവിൽ വചനത്തെ പറഞ്ഞു നോക്ക്. ആത്മാവിന്റെ ഐക്യതയിൽ നീ ദൈവിക ശുശ്രൂഷ ചെയ്തു നോക്ക്. സ്വർഗാരോഹണത്തെ കുറിച്ച് നീ പറഞ്ഞ് തെളിയിച്ചു നോക്ക്. വീണ്ടും വരുന്നവനെ കുറിച്ച് പറഞ്ഞു നോക്ക്. 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പറഞ്ഞു നോക്ക്. വെള്ളസിംഹാസനത്തെ കുറിച്ച് പറഞ്ഞു നോക്ക്. ഉപദ്രവം ഉണ്ടാകും. സഭ ഇത് അറിയണ്ടയോ? ശുശ്രൂഷ അറിയണ്ടയോ? എങ്ങോട്ട് പോയിരിക്കുന്നു? ജഡം പോവും. ദൈവത്തിന്റെ വചനം ജഡത്തെ എന്ത് ചെയ്തു? വേർപെടുത്തും. ദേഹിയെ വേർപെടുത്തും. ആത്മാവിനെ എന്ത് ചെയ്യും? വേർപെടുത്തും. ദൈവത്തിന് ആവശ്യം എന്താണ്? വചനം വേർപെടുത്തും. ഹല്ലേലൂയ. ഗ്ലോറി. പൊടി പണ്ട് ആയിരുന്നത് പോലെ പൂഴിയിൽ എന്ത് ചെയ്യും? ചേരും. ആത്മാവോ അതിന് നൽകിയ ദൈവത്തിന്റെ അടുത്തെത്തും. എത്തണമെങ്കിൽ വചനം വേർപെടുത്തണം. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഇതേ പൗലോസ് എന്തുകൊണ്ടാണ് ഈ കഷ്ടങ്ങൾ അനുഭവിച്ചത്? ആ വെളിപ്പാട് തനിക്ക് കിട്ടിയത് കൊണ്ടാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ പറഞ്ഞതുപോലെ കർത്താവിനെ കുറിച്ച് പൗലോസും പറയുന്നു, ജഡപ്രകാരം ഞാൻ ക്രിസ്തുവിനെ അറിയുന്നില്ല. ജഡപ്രകാരമുള്ള കാര്യം പൗലോസ് അപ്പോസ്തലൻ യേശു ജഡത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ജഡപ്രകാരം ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ അല്ല പൗലോസിന്റെ വിഷയം. ജഡപ്രകാരം കർത്താവ് ചെയ്ത ശുശ്രൂഷ ആവർത്തിച്ച് ചെയ്യുക എന്നുള്ളതല്ല പൗലോസിന്റെ ലക്ഷ്യം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ള. ഹല്ലേലൂയ. മരിച്ചടക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്തവനെ പ്രസംഗിക്കുക എന്നുള്ളത്. ഞാൻ ജഡപ്രകാരം ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. പൗലോസ് പറയുന്ന വിശ്വാസികളെ എന്ത് ചെയ്യുന്നില്ല? ജഡപ്രകാരം അറിയുന്നില്ല. ഇന്ന് ഒത്തിരി ആൾക്കാർക്ക് ജഡപ്രകാരമുള്ള വിശേഷങ്ങൾ അറിയാനാണ് താല്പര്യം. ജഡത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡേറ്റ് ഇട്ട് എന്ത് ചെയ്യാൻ പറ്റും? വിശ്വാസിക്ക് നല്ല മെമ്മറിയാണ്. സന്ദർഭങ്ങൾ വച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വിശ്വാസിക്ക് എന്താണ്? നല്ല മെമ്മറിയാണ്. പക്ഷെ ആത്മപ്രകാരം നീ ഒരു വ്യക്തി അറിയുന്നുണ്ടെങ്കിൽ നീ ആത്മാവിൽ ജനിച്ചു എന്നുള്ളതിന് തെളിവാണ്. ബാക്കി നീ എന്ത് ചെയ്യും?
ക്ഷമിക്കും, പൊറുക്കും, മറക്കും. മനസ്സിലായോ? ജഡപ്രകാരം എനിക്ക് ആരെയും അറിയേണ്ട ആവശ്യമില്ല. അവൻ എന്ത് ചെയ്തു, ഇവൻ എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യും, ഇതൊന്നും എനിക്കെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ആത്മപ്രകാരമാണ് ഒരു വ്യക്തിയെ നിത്യതയിൽ എത്തിക്കാൻ ശുശ്രൂഷ ചെയ്യുന്നതെന്നാണ് പൗലോസ് പറയുന്നത്. ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. ഇന്ന് വിശ്വാസികൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ജഡപ്രകാരമുള്ള കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നീ വ്യക്തികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ജഡപ്രകാരമുള്ള കാര്യങ്ങൾ, അവരുടെ പാസ്റ്റും അവരുടെ പ്രസന്റും അവരിനി എന്താകും എന്നുള്ള കാര്യം, ജഡപ്രകാരമുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവന്റെ ആത്മപ്രകാരം നീ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനോടുള്ള രക്ഷയുടെ സുവിശേഷം നീ പറയും, നീതീകരണത്തിന്റെ സുവിശേഷം പറയും, ആത്മാവിന്റെ പ്രബോധനത്തിനുള്ള കാര്യം നിന്റെ വായിൽ വരും. കൂടുമ്പോൾ യേശുവിലൂടെയുള്ള രക്ഷയും നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പിനെ കുറിച്ചും തേജസ്കരണ കർത്താവ് നൽകുന്ന ആത്മീയ വെളിപ്പാടുകളെ കുറിച്ച് കൂടിവരവിന്റെ മധ്യത്തിൽ 4 പേര് നുണയടിക്കാനുണ്ടെങ്കിൽ നീ ആത്മാവ് പ്രാപിച്ചാണെങ്കിൽ നിന്റെ ആത്മാവിനെ ഓവർടേക്ക് ചെയ്യുവാൻ ആ 4 പേര് വിചാരിച്ചാൽ നടക്കൂല, നടക്കാൻ പാടില്ല. നീ വരുമ്പോൾ അന്തരീക്ഷം മാറണം. മനസ്സിലായോ? അല്ല നീ ഇവിടെ എന്റെ കൂടെ ചെന്ന് ചേരണമെങ്കിൽ ഹലോ പോകണ്ടേ? സമയം നോക്കണം, മണിയായി പോകണ്ടേന്ന് വെച്ചപ്പോ. മനസ്സിലാവുന്നുണ്ടോ? ആരാധനകളൊക്കെ അലക്ഷ്യമാക്കുന്നവരും ആത്മാവും പ്രാണനും ജഡവും വേർപെടുത്തി കാണാത്തവൻ എന്ത് ചെയ്യും? അവൻ ജഡത്തിലിരിക്കും. ആത്മാവിന് എവിടെ ഇരിക്കാൻ പറ്റും? ജഡത്തിലിരിക്കാൻ പറ്റും? പറ്റും ഇല്ലേ? പറ്റും. ജഡം മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആത്മാവിനെ കൊണ്ട് എന്ത് ചെയ്തത് ദൈവസന്നിധിയിൽ നിന്ന് പോകുന്നത്. ദേഹിയിലിരിക്കാൻ പറ്റും. അവൻ അവൻ്റെതായിട്ടുള്ള പ്ലഷറാണ് അവനെന്ത് വലുത്. ആ പ്ലഷർ ഉള്ളിടത്തേക്ക് എന്ത് ചെയ്യും? പോവും. ഉറങ്ങി തൂങ്ങിയിരിക്കുന്നവനെ കൊണ്ട് നടക്കണവരെന്ത് ചെയ്യും? പണി കിട്ടും. ഇത് ആവശ്യമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമാണ്. അത് സൂക്ഷിച്ച് കൈകാര്യം എന്ത് ചെയ്യണം? മാമം പുറത്ത് മേളിൽ എന്ത് ചെയ്യരുത്. മാമോൻ വഴിയുള്ള പരിഹാരം ഉണ്ടാവാനാണ് എന്ത് ചെയ്യണത്? മാമോൻ വഴിയുള്ള പരിഹാരമാണോ വേണ്ടത്? കർത്താവ് നിമിത്തമുള്ള പരിഹാരമാണോ വേണ്ടത്? ആലോചിക്കുകയാണ്. എന്തുത്തരം പറയും? രണ്ടുപേരും കൊണ്ട് എന്ത് ചെയ്യണം? ആ പട കുഴഞ്ഞു. കർത്താവിന്റെ അടുത്ത് പരീക്ഷന്മാര് വന്നിട്ട് എന്ത് ചെയ്തു? ഒരു ചോദ്യം ചോദിച്ചു. സീസറിന് കരം കൊടുക്കുന്നത് വിഹിതം. എന്നാ പിന്നെ മാമൻ വേണ്ടേ? സീസറിന് കരം കൊടുക്കുന്നത് വിഹിതമോ? അപ്പൊ കർത്താവ് പറഞ്ഞു, ഇവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു നാണയം എന്ത് ചെയ്യും? എടുക്കും. ആ നാണയം എടുത്തപ്പോഴത്തേക്ക് അവിടെ സീസർ ഇരിക്കണം. നാണയത്തിന്റെ ഒരു വശത്ത് കാണിച്ചു. ഇതാരുടെ ഇതാണ്? മുഖമാണ് സീസറിന്റെ. മറുവശത്തിൽ എന്ത് അടിക്കുന്നു? ആ കോയിന്റെ മൂല്യം. ആ കോയിന്റെ മൂല്യം എന്തുകൊണ്ടാണ് വന്നത്? സീസറിന്റെ പടം അതിന്റെ അപ്പുറ സൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്? മുദ്ര വെച്ചിട്ടുണ്ട്. കർത്താവ് ചോദിക്കുമ്പോൾ ചോദ്യം എന്താണെന്നറിയോ? നീ ആരെ തേജസ്സിൽ, ആരെ മുഖമുദ്രയിലാണ് നിന്നെ അടിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കോയിന് മൂല്യമുണ്ടാകുന്നത് ആ രാജ്യത്തിന്റെ രാജാവിന്റെ മുഖമുദ്രയാണെങ്കിൽ അവന്റെ ചോദിച്ച ചോദ്യത്തിന് നിന്റെ മുഖമുദ്ര ആരതാണ്? ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച നിനക്ക് എന്തുകൊണ്ട് നിന്റെ സൃഷ്ടാവിനെ നിനക്ക് അറിയാൻ കഴിയുന്നില്ല? ആ മുഖമുദ്രയിൽ സൃഷ്ടിക്കപ്പെട്ട നിനക്ക് എന്തുകൊണ്ട് നിന്നെ സൃഷ്ടിച്ചവനെ നിനക്കറിയാൻ പറ്റുന്നില്ല? അങ്ങനെ നീ അറിയുമ്പോഴാണ് നിനക്ക് എന്തുണ്ടാകുന്നത്? മൂല്യം. സീസറിന്റെ മുദ്രയില്ലാത്ത കോയിൻ എന്തില്ല? മൂല്യമില്ലാത്തതുപോലെ ദൈവത്തിന്റെ മുഖമുദ്ര നിന്നിൽ പതിച്ചിട്ടുണ്ടെന്ന് നിനക്ക് തിരിച്ചറിവ് കിട്ടുമ്പോഴാണ് നിനക്ക് ആത്മീയമായ മൂല്യം ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇപ്പൊ മാമോനെ എടുത്ത് വെച്ചിട്ട് പിടിക്കാൻ നോക്കി കർത്താവിനെ. നല്ല ചോവിന് എന്ത് ചെയ്തു? കിട്ടി. അവരതുവഴി എന്ത് ചെയ്തു? പോയി. നീയോ? അവരതുവഴി എന്ത് ചെയ്തു? പോയി. നീയോ?
ആരെ മുഖമുദ്രയിലാണ് ദൈവം നിന്നെ? നേരത്തെ നമ്മൾ വായിച്ചു, ഹല്ലേലൂയ, 139 സങ്കീർത്തനത്തിൽ വായിച്ചു, അസ്ഥികളെ ഒഴിവാക്കുന്ന കാര്യമൊക്കെ എൻ്റെ അന്തർഭാഗത്തെ സത്യം ഇച്ഛിക്കുന്ന കാര്യമല്ല. 139 അന്തർഭാഗത്തെ നിർമ്മിച്ചവൻ. ദൈവം നിർമ്മിച്ചില്ലെങ്കിൽ ഈ കാര്യം ഒന്നും ഗ്രഹിക്കാൻ തീയത്തില്ല. ശരീരത്തെ നിർമ്മിക്കുന്നതും അസ്ഥിയെ നിർമ്മിക്കുന്നതും പോലെ അല്ല. അവന്റെ സൃഷ്ടിയിൽ, അവന്റെ സ്വരൂപത്തിൽ ദൈവം നമ്മെ വിളിക്കുമ്പോൾ അന്തരംഗത്തെ ദൈവം നിർമ്മിച്ചില്ലെങ്കിൽ, പടിയായിട്ട് ദൈവം നിർമ്മിച്ചില്ലെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ നീ ഇരുന്നാലും അന്തരംഗം ദൈവം നിർമ്മിക്കാത്ത പക്ഷം നിന്നെ സൃഷ്ടിച്ചവനെ നീ അറിയില്ല. അന്തരംഗം നിർമ്മിച്ചില്ലെങ്കിലോ നീ ദൈവത്തെ എന്ത് ചെയ്തില്ല. ആ വാക്യം എടുത്ത് വായിച്ചോട്ടെ. കണ്ടോ? ശരി, അന്തരംഗം നിർമ്മിച്ചില്ലെങ്കിൽ ഇരിക്കണം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. അതെല്ലാവരും എന്ത് ചെയ്തു? ഉരുവായവരാണ്. പക്ഷെ അന്തരത്തിൽ, അന്തരാത്മാവിൽ ആ ജ്ഞാനം ദൈവം തന്നില്ലെങ്കിൽ, ആ സൃഷ്ടിപ്പ് ദൈവം തന്നില്ലെങ്കിൽ നിന്റെ സൃഷ്ടാവിനെ നീ എങ്ങനെ ഗ്രഹിക്കും? അന്തരംഗത്തെ കൂടെ ദൈവം എന്ത് ചെയ്യണം? നിർമ്മിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വേറെ കാര്യം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഇന്ന് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, നിന്നെ അറിയുവാൻ ഈ ലോകത്തിൽ ജനിച്ചു വരുവാൻ അമ്മയപ്പനിലൂടെ ഞാൻ എന്ത് ചെയ്തോ? ജനിച്ചു വന്നു. പക്ഷെ എന്റെ അന്തരംഗം നീ ഓരോ ദിവസവും നീ പണിയണം. അപ്പോൾ നീ എന്ത് ചെയ്യും? നിന്റെ സൃഷ്ടാവ ദൈവത്തെ നീ അറിയും. അങ്ങനെ ഒരു നിർമ്മിതി അന്തരംഗത്തിൽ നടന്നിട്ടില്ലാത്തവരോ ദൈവമില്ലാന്ന് പറഞ്ഞ് നടക്കും, ദൈവത്തെ അറിയാതെ നടക്കും. ദൈവസന്നിധിയിൽ ഇരുന്നാലും അന്തരംഗം നിർമ്മിക്കാത്ത ഒരവസ്ഥയിൽ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ഇരുന്നാൽ ചാവിളക്ക് സമമാണ്. ശരീരമുണ്ട്, പ്രാണനുണ്ട്, അന്തരംഗം, ആത്മമണ്ഡലം ദൈവം സ്പർശിച്ച്, ദൈവം സൃഷ്ടിച്ച്, ദൈവം നിനക്കത് തന്നില്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് നീ നിന്റെ അമ്മയപ്പനെ നീ തിരിച്ചറിയും. പക്ഷെ നിന്റെ അന്തരംഗത്തെ സൃഷ്ടിച്ചവനെ നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ജനനം കൊണ്ട് എന്തർത്ഥം? ജഡപ്രകാരം ജനിച്ചത് ജഡം. ഹലോ, ദൈവമേ, നിന്നെ അറിയുവാൻ എന്റെ അന്തരംഗത്തെ നീ പണിയണമേ, നീ നിർമ്മിക്കണം. ഉണ്ടോ? ഇല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾ ജനിച്ചൊന്ന് അപ്പനമ്മയെ നിങ്ങൾക്ക് തിരിച്ചറിയാം. പക്ഷെ ആത്മാവിനെ തന്ന ദൈവത്തെ, മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിച്ച ദൈവത്തെ നീ അറിയണമെങ്കിൽ അന്തരംഗത്തെ ദൈവം എന്ത് ചെയ്യണം? നിർമ്മിക്കണം. മുഖമുദ്ര നീ എന്ത് ചെയ്യണം? അറിയണം. മൂല്യം നിനക്കൊണ്ടാവണമോ? അന്തരംഗത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലുള്ള ഏതോ ആളിനേക്കാൾ മൂർച്ചയേറെ. ഹല്ലേലൂയ. ഇനിയും ബഹുദൂരം നമ്മൾ വണ്ടി സിയോനിലെത്തണ്ടേ? ചാടിക്കേറിയ തെറിച്ചു പോവും. നീ ഇരിക്കണം. ഹലോ, എന്നാ രക്ഷപ്പെട്ടു. ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും വചനവിരുദ്ധമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. കഷ്ടം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യും? ഏത് കഷ്ടത്തിലാണ്? ഹല്ലേലൂയ. കഷ്ടം ഏത് രീതിയിലുള്ളതാണെന്ന് എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? മറ്റൊന്നും എനിക്ക് എന്നും കഷ്ടം കർത്താവേ നിന്റെ സന്നിധി ഞാൻ വരുന്നു, ഈ കഷ്ടം എന്ന് മാറും. പൗലോസോടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? റോമർ 8-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 35-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നത്
ചോദിക്കുകയാണ്. കഷ്ടതയോ? വെല്ലുവിളിക്കുക. കർത്താവിന്റെ നാമനിമിത്തമുള്ള കഷ്ടതയാണ്. കർത്താവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? നിൽക്കണം. അറ്റ്ലീസ്റ്റ് ഒരു പ്രതിബന്ധത്തെ തരണം ചെയ്യുന്ന ആരാധനയ്ക്കെങ്കിലും കൃത്യസമയത്തിൽ എന്ത് ചെയ്യണം? ഓടിയെത്തണം. അതൊരു കഷ്ടമാണ്. ജഡം സമ്മതിക്കില്ല. പിടിച്ചെന്ത് ചെയ്യും? റബ്ബർ ബാൻഡ് പോലെ പിടിച്ച് വലിച്ചെന്ത് ചെയ്യും? വയ്ക്കും. എന്നിട്ടും വലിച്ചു പിടിച്ചോണ്ട് എന്ത് ചെയ്യും? എന്തൊക്കെ കഷ്ടം തരണം ചെയ്തിട്ടാണ് ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് പോലും എന്ത് ചെയ്യണം? അപ്പൊ കർത്താവിന്റെ വേല ചെയ്യണമെങ്കിലോ? അപ്പൊ ഇവിടെ പറഞ്ഞ പൗലോസിന്റെ കഷ്ടം എന്താണ്? കർത്താവിന്റെ വേല നിമിത്തം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കർത്താവിന്റെ വേല ചെയ്ത നിമിത്തം എന്തെങ്കിലും ഒരു അല്പസ്വല്പമെങ്കിലും നിങ്ങൾ പറയും ദൈവസന്നിധിയിൽ വന്ന് ഇരിക്കുന്ന നിമിത്തം പാസ്റ്റർ അത് ഇതൊക്കെ പറഞ്ഞ് എന്നെ എന്ത് ചെയ്യുന്നു? മോഹിക്കണോ? കഷ്ടപ്പെടുത്തണോ എന്ന് പറഞ്ഞെന്നിരിക്കും. അത് ഗുണപ്പെടാനാണ്. കഷ്ടതയോ സങ്കടമോ നേരത്തെ വായിച്ചത് ഓർത്തോണം. പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങൾ എന്താണെന്ന് ഓർത്തോണം. എന്നിട്ടാണ് പറയുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ഇത് തലവെട്ടിക്കളയാനുള്ള വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. നിന്റെ നിമിത്തം. മറ്റേത് ഇവർ തന്നെത്താനുണ്ടായ കഷ്ടം നിമിത്തം കർത്താവ് എന്ത് ചെയ്യണം? വിടുവിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? നിന്റെ നിമിത്തം, നിന്റെ രാജ്യം നിമിത്തം, നിന്റെ സഭയുടെ ഉന്നമനത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. ഞങ്ങൾ അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ തന്നെ എന്ത് ചെയ്യണം? എണ്ണുകയാണ്. കരഞ്ഞു കരഞ്ഞിട്ടാണോ? പത്രോസിനെ പിടിച്ച് അല്ലേ കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ പെസഹായ ആയതുകൊണ്ട് കൊന്നുകളഞ്ഞില്ല. അതുകൊണ്ട് അത് കഴിയട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? വെയിറ്റ് ചെയ്ത് 4 ചേവകരുള്ള 4 സൈന്യത്തെ, അതായത് 16 പേരെ എന്ത് ചെയ്തു? കാവലാക്കി വെച്ച് കൈയും കാലും എന്ത് ചെയ്തു? ചങ്ങലക്ക് ഇട്ടിരിക്കുമ്പോ അന്ന് രാത്രിയിൽ പത്രോസ് എന്ത് ചെയ്യുന്നു? സുഖമായിട്ട് ഉറങ്ങുകയാണ്. മനസ്സിലാക്കണം. ഇന്ന് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് എന്ത് ചെയ്ത് നോക്കണം? പറഞ്ഞു നോക്കണം. അന്ന് ഉറങ്ങൂല. പത്രോസ് സുഖമായിട്ട് ഉറങ്ങുന്നു. വാള് തേച്ചോണ്ടിരിക്കുകയാണ്. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന കൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവിടെ നിന്ന് വിടുവിച്ചെങ്കിലും പിന്നത്തേതിൽ അപ്പോസ്തലന്മാർ എല്ലാ ജീവിതത്തിലും ലോകത്തിലുള്ള ഒരു മനുഷ്യൻ അനുഭവിക്കാത്ത കഷ്ടതകളാണ് എന്ത് ചെയ്തേ? അനുഭവിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. എബ്രായർക്ക് ഇതങ്ങനെ നിൽക്കട്ടെ. എബ്രായർക്ക് ഇതിലാണ് 12-ാമത്തെ അധ്യായത്തിൽ വരാം. അനധിവിദൂര ഭാവിയിലുണ്ടല്ലോ കർത്താവിന്റെ നാമനിമിത്തം ഉപദ്രവം എന്ത് ചെയ്യും? ഉണ്ടാവും. സ്തോത്രം. അതിനു മുമ്പ് കർത്താവിന്റെ സുവിശേഷം പറഞ്ഞിട്ട് ഉപദ്രവം ഉണ്ടാണെങ്കിൽ അത് ഏറ്റവും വലിയ ധനമായിട്ട് എന്ത് ചെയ്യണം? എണ്ണണം. അല്ലാതെ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ഉപദ്രവം പിന്നെ എന്ത് ചെയ്തോളും? ഉണ്ടാവും. അന്ന് ദുഃഖിക്കേണ്ടി വരും. പറഞ്ഞിട്ട് കിട്ടണമെങ്കിൽ അതിനകത്ത് ഒരു അന്തസ്സുണ്ട്. പറയാതെ കിട്ടിയാലോ? പറയാതെയും കിട്ടുന്ന കാലം എന്ത് ചെയ്യാൻ പോവാണ്? അപ്പൊ ഉള്ള സമയം ഈ സുവിശേഷം എന്ത് ചെയ്യണം? പറഞ്ഞിട്ട് 5 അടി എന്ത് ചെയ്യും? ഹല്ലേലൂയ. 11-ാമത്തെ അധ്യായത്തിൽ വരാം. അതിന്റെ 35-ാമത്തെ വാക്യം. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ചിലരെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിനാൽ എന്ത് ചെയ്തു? തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടുന്നതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു, തലവെട്ടികളാണ്. ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു. ഈർച്ചവാളാൽ ഇറക്കപ്പെട്ടു. ഈർച്ചവാളെന്ന് പറഞ്ഞാൽ എന്താ? തടി ഇറക്കുന്ന വാൾ. തടി ഇറക്കുന്ന വാള് വെച്ചിട്ട് മനുഷ്യന് 2ആയിട്ട് എന്ത് ചെയ്തു? അറുത്ത് കീറി 2ആയിട്ട് അങ്ങ് വെച്ചു. അന്നത്തെ ശിക്ഷാവിധിയാണ്. ഇന്നത്തെ വിശ്വാസികൾ ഞങ്ങൾക്ക് കഷ്ടപ്പാടെന്ന് മാറും. ന്യൂറോ ചക്രവർത്തി പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു? വിശ്വാസികളെ പിടിച്ച് തുണി ചുറ്റിയിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് എന്ത് ചെയ്തു? സന്ധ്യ കഴിയുമ്പോഴത്തേക്ക് രാജാവിന് പോകേണ്ടുന്ന ഇടങ്ങളിൽ കത്തിച്ച് നിർത്തും. ജീവനോടെ കത്തിച്ച് നിർത്തും. അവരിൽ നിന്ന് കൈമാറ്റം ചെയ്താണ് വിശ്വാസികളിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? വന്നിരിക്കുന്നത്. ഇന്ന് ആൾക്കാർക്ക് എന്താണ്? അവരുടെ ജീവിതത്തിലെ കഷ്ടം മാറാൻ വേണ്ടി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? നിലവിളിക്കും. എന്തു വിരോധാഭാസമാണ്! അതിനുവേണ്ടി പ്രവചിക്കുന്ന കുറെ കള്ളപ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. മിസ്രയീം പുത്രിമാരെല്ലാം അവിടെ നിൽക്കും. അമേലിയക്കർ അവിടെ നിൽക്കും. യേശാവിനെ പോലെ ഒരു ഊണിന് അവിടെ എന്ത് ചെയ്യും? നിൽക്കും. ചുവന്ന വായുസലത്തിന് അവിടെ എന്ത് ചെയ്യും? നിൽക്കും. അമേലിയക്ക് സൈന്യത്തിന് ജയിക്കാൻ എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. അനാക്യ മല്ലന്മാരെ എന്ത് ചെയ്യാൻ പറ്റില്ല? ജയിക്കാൻ പറ്റില്ല. യബൂസ്യരെ എന്ത് ചെയ്യാൻ പറ്റില്ല? ജയിക്കാൻ പറ്റില്ല. എവിടെ നിൽക്കുന്നു ജനം? മിസ്രൈമിൽ നിൽക്കുകയാണ്.
മിസ്രയീം പുത്രിയായിട്ട് നിന്നിട്ട് അവർ പറയാണ്, കർത്താവ് വരുമ്പോ എന്നെ എന്ത് ചെയ്യും? സിയോൻ പുത്രിയാക്കും. നാളത്തില്ല. മനസ്സിലാവണുണ്ടോ? ദൈവരാജ്യം ബലാത്കാരം ചെയ്യണമെന്നാണ്. മിസ്രയീമിൽ ചെന്നിരുന്നിട്ട്, ഫറവോന്റെ അടിമത്തത്തിൽ ചെന്നിരുന്നിട്ട് രാജാതി രാജാവായ കർത്താവ് വരുമ്പോഴത്തേക്ക് കർത്താവിനെ എടുത്തോളൂ എന്ന് പറഞ്ഞ ഹലോ കണ്ടോ, ഉള്ള ആത്മാവും പോയി, പ്രാണനും പോയി, ജീവനും പോയി, ശരീരവും പോയി. ശരീരത്തിനൊരു ജീവനല്ല. അതെന്നെയാ. പക്ഷെ ഇപ്പൊ കർത്താവ് വന്നിട്ടുണ്ട്, നിന്റെ പ്രശ്നം ഒന്നും കടപ്പാനാവണോ? അപ്പൊ നീ ഇങ്ങനെ നിൽക്കും. നമ്മളിവിടുത്തെ കാര്യമല്ല, ആൾക്കാരുടെ കാര്യം. ജഡം, ആത്മാവിന് ജഡത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് എഴുന്നേൽപ്പിച്ചൊന്ന് ആത്മാവിൽ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. രണ്ടും കൂടെ കുളവായി. ആത്മാവ് ജഡത്തിന് എന്ത് ചെയ്തു? ആ പട വഷളാക്കി. ദൈവസന്നിധി വന്നപ്പോഴത്തേക്ക് സ്വാതന്ത്ര്യം. പക്ഷെ ജഡികമായ കാര്യം പറഞ്ഞാലോ, ദൈവം അനുഗ്രഹിക്കും. ജഡികമായ കാര്യം വേണ്ട. ആകാശത്തിലെ പറവെ നിങ്ങൾ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, അവ ഒന്നുപോലും എന്ത് ചെയ്യത്തില്ല, നിലത്ത് എന്ത് ചെയ്യത്തില്ല, വീഴത്തില്ല. പക്ഷെ നമ്മൾ എഴിച്ചു പോയില്ലെങ്കിൽ കഞ്ഞി കരി. ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം. ദൈവം എല്ലാത്തിനും എന്ത് ചെയ്യുന്നു? ഏറ്റവും മനോഹരമായ ശലോമം പോലും തൻ്റെ എല്ലാ മഹിമയിലും അണിഞ്ഞൊരുങ്ങി വന്നാലും ചെളിക്കകത്ത് കിടക്കുന്ന താമരയോളം എന്ത് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കണത്? പ്രിയമുള്ള കർത്താവ് പറഞ്ഞത്, ഈ അന്നത്തേക്കുള്ള കഷ്ടം അന്നന്ന് മതിയെന്ന്. ഈ നാളെ വരാൻ പോണ കഷ്ടത്തിന് ആലോചിച്ചിട്ട് നാളത്തെ ദിവസം ചെന്നിരുന്നിട്ട് ഇന്ന് ദുഃഖിച്ചോണ്ടിരിക്കണ എന്തിനാണ്? നാളത്തെ ദിവസം വന്നിട്ടില്ല, പക്ഷെ വരാത്ത ദിവസത്തിൽ ചെന്നിരുന്നിട്ട് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസത്തിൽ പോയിരിക്കും. ഈ മൈൻഡിനൊരു കുഴപ്പമുണ്ട്. ഒന്ന് ഇന്നലത്തെ ദിവസം പോയിരിക്കും, അല്ലെങ്കിൽ നാളത്തെ ദിവസം പോയിരിക്കും. ഇന്നത്തെ ദിവസത്തിൽ അവനെ കിട്ടൂല. ശരിയല്ലേ? ഇന്നലത്തെ ദിവസത്തിലോ നാളത്തെ ദിവസത്തിലോ. ഇന്നലത്തെ ദിവസത്തിലാണെങ്കിൽ ഭയം, നിരാശ. നാളത്തെ ദിവസത്തിൽ ചെന്നിരുന്നാലോ ആകുല ചിന്ത. എന്താവും നാളെ എന്താവും, എന്തരാവുണ്ടോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഇരിക്കും. ഇന്നത്തെ ദിവസം അന്നത്തേക്കുള്ള കഷ്ടം അത് പോട്ടെന്നാണ്. എന്തിന് നാളത്തെ കാര്യം കൂടെ ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? നാളത്തെ ദിവസം നമുക്കുള്ളതല്ലല്ലോ. ഓ അങ്ങനെയാണല്ലേ, എന്നാ പിന്നെ ഇന്ന് ഞാൻ എന്ത് ചെയ്യാം? അത് ലോകപ്രകാരമുള്ള കാര്യമാണ് കേട്ടോ. കർത്താവിന്റെ നാമത്തിൽ എന്നിട്ട് പിന്നെ പറഞ്ഞ എന്താണ്? ഈർച്ചവാള ഇറക്കപ്പെട്ടും പിന്നെന്താണ്? ഓക്കെ, ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ചു. നമ്മളൊക്കെ ഇന്നത്തെ അല്ലേ ദൈവസഭയിലേക്ക് ആൾക്കാരോട് പാഷൻ പരേഡിന് പോകുമ്പോഴാണ് അന്നത്തെ വിശ്വാസികൾ ഈ ജടയാടുകളുടെയും കോലാടുകളുടെയും തോലെടുത്തിട്ട് ഇതിനകത്ത് ഇവരെന്ത് ചെയ്യും? ഇടും. വെള്ളം നനച്ചിട്ടിരിക്കുന്നത് ഈ ജടയാടുകളുടെ തോലിനകത്ത് എന്ത് ചെയ്യും? ഇവരിട്ടിട്ട് ചുരുട്ടി എന്ത് ചെയ്യും? തച്ച് കെട്ടിയിട്ട് വെയിലത്തോണ്ടിടും. ആളകത്ത് എവിടെ ഇരിക്കുന്നു? ഈ തോലിനകത്ത് കിടക്കുകയാണ്. എവിടെ കൊണ്ടിട്ടു? വെയിലത്ത്. വെയിലടിച്ച് കഴിയുമ്പോൾ ഈ ഈർപ്പം എന്ത് ചെയ്യും? എവോപ്പറേറ്റ് ചെയ്തുമ്പം ഈ തോൽ എന്ത് ചെയ്യും? ചുരുങ്ങും. ഞെക്കി പിതുക്കി അകത്ത് വെച്ച് എന്ത് ചെയ്യും? ചൂടെടുത്ത് കൊല്ലും. മനസ്സിലായോ? ആ ചരിത്രമെല്ലാം കഴിഞ്ഞിട്ടാണ് അന്ത്യകാലത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. ഇന്ന് ആൾക്കാർക്ക് കർത്താവിന്റെ നാമം നിമിത്തം എന്തില്ല, കഷ്ടമൊന്നും അനുഭവിക്കാൻ വയ്യ. ഉണ്ടാക്കും. എന്തെങ്കിലും ഒരു ചെറിയ തുരുമ്പോ കിട്ടി നോക്കണം സ്വത്രം, അതിനെടുത്ത് എന്ത് ചെയ്യും? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത്? ഈ കഷ്ടം ഏതാണെന്ന് ആദ്യം എന്ത് ചെയ്യണം? തിരിച്ചറിയണം. എന്നിട്ട് കരയണം. ഹലോ ഹലോ കർത്താവിന്റെ നാമത്തിൽ ആരെങ്കിലും, നിങ്ങൾ വല്ലവരെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ല, ആരെങ്കിലും തിരിച്ചു വല്ലോ ഇതുപോലെ എന്നിട്ട് കർത്താവ് പൗലോസ് പറയണെന്താണ്? ഇതുപോലെ കഷ്ടം അനുഭവിച്ചപ്പോ കേട്ടോ, ഭൂമിയുടെ പിളർപ്പുകളിൽ ചെന്ന് ഒളിച്ചിരിക്കും. ഇല്ലെങ്കിൽ കുന്നാളെ പാറയുടെ പിളർപ്പിൽ ചെന്ന് എന്ത് ചെയ്യും? ഒളിച്ചിരിക്കും. ഗുഹയിൽ ചെന്നിരിക്കും. വെള്ളം പോലും കിട്ടത്തില്ല. അവിടെ കിടക്കും. വെളിയിൽ വന്ന കുന്നാളെ കേട്ടോ, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇന്നത്തെ വിശ്വാസികൾക്ക് ലോകമാണ് യോഗ്യം. രണ്ട് സിസ്റ്റമേ ഉള്ളൂ. വിശുദ്ധീകരിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? തന്നെ വിശുദ്ധി. അഴുക്കാടുന്നവൻ തന്നെ എന്ത് ചെയ്യട്ടെ?
അഴുക്കാട് രണ്ട് സിസ്റ്റമേ ഉള്ളൂ, രണ്ട് കൾച്ചറേ ഉള്ളൂ. ഒന്ന് ഗോഡ്ലി, മറ്റത് അൺഗോഡ്ലി. ഹല്ലേലൂയ. ഇതിലേതിൽ ഞാൻ പെടണം, നമ്മൾ പെടണം. ഹലോ, ഈ ദൈവവചനം കേൾക്കാനാണ് പറഞ്ഞത്. വചനത്തിലെ വിടുതലിന്റെ ശക്തി. സ്വത്രം. ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ചു തരുന്ന അനുഗ്രഹം. പൂജ്യങ്ങളുടെ എണ്ണം എന്ത് ചെയ്യട്ടെ? കൂടട്ടെ. പ്രിയമുള്ളവര്, ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉള്ളത് കൊണ്ട് സന്തോഷിക്കണം. ഈ ഉള്ളതിൽ പങ്ക് മറ്റുള്ളവർക്കും കൂടെ എന്ത് ചെയ്യണം? കൊടുക്കുമ്പോൾ നമുക്കത് വേറൊരു സുഖം, വേറൊരു സന്തോഷം എന്ത് ചെയ്യും? ഉണ്ടാവും. തന്നെ തിന്നു കഴിഞ്ഞാൽ വയറ് വീർക്കണം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. മറ്റവർക്കും കൂടെ എന്ത് ചെയ്യണം? കൊടുത്തിട്ട് തിന്നുമ്പോൾ ഒരു സുഖം കിട്ടും. അതിനുള്ളൊരു സമയം വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? കാത്തിരിക്കുകയാണ്. പ്രാർത്ഥിച്ചാട്ടെ. പ്രിയമുള്ളവര്, ഇപ്പൊ തന്നെ നമുക്ക് ഉള്ളതിൽ പങ്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റൂലേ? എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കണ ഈ സമയത്ത്. എത്ര കസേര ഒഴിഞ്ഞു കിടക്കണം. കാര്യം എന്താണെന്നറിയോ? ഈ പറയണ ഞാൻ തന്നെയാണ് കാരണം. അതേസമയം മകനെ മകളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മാമ്മ എവിടെ നിന്ന് വന്നു? അമ്മാമ്മ ദൈവം അനുഗ്രഹിക്കും. അച്ചാച്ചൻ, ആച്ചാച്ചന്മാരെ ദൈവം എന്ത് ചെയ്യും? വാലല്ല എന്ത് ചെയ്യും? വലയാക്കും. ഇവിടെ വരുമ്പോ നേരെ തിരിച്ച് അമ്മാമ്മയില്ല, അച്ചാച്ചനും ഇല്ല. പോകണ്ടേ നമുക്ക്? ഇവിടെ പൗലോസ് വായിച്ചു നിർത്തി. റോമർ വായിച്ചേട്ടെ. അത് ഓക്കെ, നിർത്തിയിട്ട് തിരിച്ചു വരാം. റോമർ 8. അവന്റെ നിമിത്തം ഞങ്ങൾ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ? ആദ്യം പൗലോസ് ചോദിക്കുന്ന ചോദ്യം എന്താണ്? മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ, ഇനി വരാനിനി പ്രശ്നമുണ്ടെങ്കിലോ, ഉയരത്തിൽ നിന്നുള്ളതോ ആഴത്തിൽ നിന്നുള്ളതോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുന്നത് അല്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞുകൊണ്ട് ഓടുക എന്നുള്ളതാണോ? അല്ല. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുന്നതല്ല എന്ന് ഉറച്ചുകൊണ്ടുള്ള വിശ്വാസം. അതുകൊണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടണം. വിശ്വാസത്തിൽ നിലനിൽക്കണം. അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിൽ അന്നത്തെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? അവരുടെ മനസ്സിനെ ഉറപ്പിച്ചു. കഷ്ടതകളിൽ ഇളകിപ്പോകരുതും അവരുടെ മനസ്സിനെ എന്ത് ചെയ്തു? ഉറപ്പിച്ചു. ഒന്നാമത് ധൈര്യപ്പെടുത്തി, രണ്ടാമത് എന്ത് ചെയ്തു? ഉറപ്പിച്ചു. കഷ്ടം അനുഭവിപ്പാൻ നാം എന്ത് ചെയ്തിരിക്കുന്നു? നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിന്ദിക്കും, പരിഹസിക്കും, ദുഷിക്കും, പരദൂഷണം പറയും, കെട്ടുകഥ എന്ത് ചെയ്യും? ഉണ്ടാക്കും. ഏഷണി എന്ത് ചെയ്യും? ഉണ്ടാക്കും. ദേഹോപദ്രവം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും? ചെയ്യും. അത് പറ്റിയില്ലെങ്കിൽ കൂമ്പിനകത്തോടെ എന്ത് ചെയ്യും? കേറ്റുന്ന വർത്തമാനം എന്ത് ചെയ്യും? പറയും. പിന്നെ ആ വാളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റൂല, തിരിയാൻ പറ്റൂല. വാളകത്ത് എന്ത് ചെയ്യാണ്? കയറി. ഇരുവായ്ത്തലുള്ള വചനം എന്ന വാളല്ല, വേറെ വാൾ. ഇത് രണ്ട് വശവും ഞാൻ പറയാൻ എല്ലാവർക്കും ഇതൊന്നും പിടിക്കില്ലെന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് വേർപെടുത്താതെ ആത്മാവ് എന്ത് ചെയ്യത്തില്ല, രക്ഷപ്രാപിക്കില്ല. ശരീരം കൂടെ അല്ലെ, ശരീരത്തിന്റെ ഒരാഗ്രഹം എന്താണ്? ശരീരം എന്തായിരുന്നാലും കുഴിയിൽ എന്ത് ചെയ്യും? പോവും, ഉറപ്പാണ്. ജഡത്തിൽ എന്ത് ചെയ്തു? പാപസംബന്ധമായി മരിച്ച ജഡത്തിന് എന്ത് ചെയ്തു? ഈ ശരീരത്തിനൊരു ആഗ്രഹമുണ്ട്, നിന്റെ ആത്മാവിനെ ഇവിടെ കുഴിയിൽ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. ഈ ജഡത്തിന് അറിയാം ഈ ശരീരം ഏത് കുഴിയിൽ പോകും, 6 അടി കുഴിയിൽ പോകും. പക്ഷെ ഈ ജഡത്തിന് വേറൊരു കാര്യം അറിയാം, ആത്മാവ് പോണ കുഴി ഏതാണെന്ന് ജഡത്തിന് അറിയാം. ഏത്? നരകം. ആത്മാവിനെയും കൂടെ കുഴിയിലാക്കാനുള്ള സാധനം കൊണ്ടാണ് എന്ത് ചെയ്യണേ? നടക്കണത്. സൂക്ഷിച്ചോണം. ഇവൻ നിന്നെ എന്ത് ചെയ്യും? പറ്റിക്കാതെ സൂക്ഷിച്ചോണം. ലോകം എന്ത് ചെയ്യും? അപ്പൊ ജഡം നിമിത്തം എന്തുണ്ടാവും? കഷ്ടം ഉണ്ടാവും. ലോക നിമിത്തം എന്തുണ്ടാവും? കഷ്ടം ഉണ്ടാവും. ഇത് ജഡത്തിൽ ജീവിച്ചിരിക്കുമ്പോ അവന്റെ ആവശ്യങ്ങൾ അവന് ത്വര കൊടുക്കുമ്പോ അത് ലഭിക്കാതെ വരുമ്പോ ആ കഷ്ടത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം?
വിടുതൽ കിട്ടണം. അതിനുവേണ്ടി പ്രവചിക്കുന്നിടത്ത് കർത്താവ് അത്ഭുതം ചെയ്തു. ഞാൻ ഉദ്ദേശിച്ച അതേ കാര്യം എന്ത് ചെയ്യുന്നു? പ്രവചിക്കുന്നു. സ്വന്തം ഇത് തന്നെയാണ് ദൈവം എനിക്ക് തന്ന വാക്യവും സഭയും. സിയോനി പോണ്ടേ? ക്രിസ്ത്യൻ ആന്റിക്കാണെങ്കിൽ ഇരിക്കാൻ വയ്യ, നിൽക്കാനും വയ്യ. എന്നാലും ആന്റി പറയും പോണം. ഞാൻ നിന്ന് തന്നെ എന്ത് ചെയ്യാം, കേൾക്കാം. എനിക്ക് പോയേ പറ്റൂ. ബുദ്ധിമുട്ടുകളോ വന്നാലും എന്ത് ചെയ്യും? നമ്മൾ നിന്നാലും ഇരുന്നാലും വേദന വന്നാലും ഇടിപ്പിക്കുക ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പോയേ പറ്റൂ. വേണമെങ്കിൽ ഇറങ്ങിട്ട് പോവാൻ വയ്യാന്നും പറഞ്ഞു. സ്വന്തം അയാളൊരു സിയോ ഹല്ലേലൂയ പോകണ്ടേ? എന്ത് വില കൊടുത്തും എന്തൊക്കെ ബുദ്ധിമുട്ടിയാലും ഞെരുങ്ങിയാലും നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. ഈ കഷ്ടങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിജീവിച്ച് പോയേ പറ്റൂ. കർത്താവ് നമ്മൾ അതിനെന്ത് ചെയ്യും? ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ചിട്ട് നമുക്ക് നിർത്താം. വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 13-14. ആ വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവനാ. ഈ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെടും, നമ്മളെല്ലാരും പെടും. കാര്യം അവിടെ ഏകവചനമാണ്. ഇവർ, ആ ഇവർ എന്ന് പറയുന്നിടത്ത് ആരും കൂടെ ഉണ്ട്, നമ്മളും ഉണ്ട്. ഇവർ ആര്? വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാ അനുഗ്രഹങ്ങളിൽ നിന്ന് വന്നതെന്നാണോ? മഹാ കഷ്ടത്തിൽ നിന്ന് വന്നോ? എന്ത് നിമിത്തമുള്ള കഷ്ടം? ഈ ലോകത്തിൽ നമുക്ക് നേരിടുന്നതായിട്ടുള്ള ബാക്കിയുള്ള കഷ്ടമല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ നിന്നത് നിമിത്തമുള്ള മഹാകഷ്ടം. നേരത്തെ നമ്മൾ വായിച്ചല്ലോ, പൗലോസിനുണ്ടായത്, ശിഷ്യന്മാർക്കുണ്ടായത്. ഹല്ലേലൂയ. ആ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി എന്ത് ചെയ്തു? ഹല്ലേലൂയ. അപ്പൊ ഈ മഹാകഷ്ടം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്കി വെളുത്തുകൊണ്ടിരിക്കും. കഷ്ടതകൾ കൂടുതൽ വരുംതോറും അങ്കി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കഷ്ടത വന്നില്ലെങ്കിലും അങ്കി കറുത്തോണ്ടിരിക്കും, അഴുക്ക് പൂന്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. മനസ്സിലായോ? കർത്താവിന്റെ നിമിത്തത്തിലുള്ള കഷ്ടമായാലും അല്ലാത്ത കഷ്ടങ്ങൾ ഏത് വന്നാലും നമുക്ക് ഒരു ശുദ്ധീകരണം എന്ത് ചെയ്യും? ഉണ്ടാകും. കഷ്ടതകളിൽ ശുദ്ധീകരണം ഉണ്ടാകുമോ? കഷ്ടതയിൽ ധൈര്യപ്പെടണം, കഷ്ടതകളിൽ ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിൽ നിറച്ചു നിൽക്കണം. കഷ്ടതകൾ എന്തു വരുത്തും? ഓ, സന്തോഷായി. ഇപ്പൊ സന്തോഷായി. ഹല്ലേലൂയ. ലോകപരമായിട്ടുള്ള ഒരു കഷ്ടങ്ങളും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്തില്ല, ശുദ്ധീകരണമൊന്നും തരത്തില്ല. പക്ഷെ എങ്കിലും യോബിന്റെ ജീവിതത്തിൽ കർത്താവ് യോബിനെ കുറിച്ച് പറയുന്നതാണ്, ഇവൻ നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകലുന്നവൻ, നിർദോഷിയായവൻ. പക്ഷേ ഉള്ളം കാല് മുതൽ ഉച്ചം തല വരെ എന്ത് ചെയ്തു? വ്രണം നിറഞ്ഞ് ചാമ്പലി ചെന്ന് കിടന്ന് ഓട്ട് കഷ്ണം എടുത്ത് എന്ത് ചെയ്തു? ചൊറിഞ്ഞ് പറിക്കുമ്പോൾ 10 മക്കളും മരണപ്പെട്ട് കഴിയുമ്പോൾ സ്വന്തം ഭാര്യ പറയുകയാണ്, നീ നിന്റെ ദൈവത്തെ വിളിച്ചും കൊണ്ട് ഈ ചാമ്പൽ എന്തിന് കിടക്കണത്? ചാവണമില്ലല്ലോ, പോയി ചത്തോടെ. നീ ദൈവത്തെ സേവിച്ചിട്ട് നിനക്കിതാണോ? ഇതുപോലെയൊക്കെ ചെറിയ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫേസ് ചെയ്തിട്ടുണ്ടാവും. അന്ന് തള്ളി പറയാത്തത് കൊണ്ട്. ഹല്ലേലൂയ. കഷ്ടതയിലായത് എനിക്ക് ഗുണമായെന്നും, മുമ്പ് ഞാൻ നിന്നെ കുറിച്ചൊരു കേട്ടുകേൾവിയാണ് ഞാൻ കേട്ടിരുന്നതെന്നും, ഇപ്പോൾ എന്റെ ജീവിതത്തിൽ നേരിട്ട കഷ്ടതകൾ നിമിത്തം മറ്റൊരു കണ്ണൽ, എന്റെ സ്വന്തം കണ്ണ്, ഞാൻ എന്റെ കർത്താവിനെ കണ്ടിരിക്കുന്നു. ഈ വെള്ള നിലയെങ്കിൽ ധരിച്ചിരിക്കുന്നവർ എവിടെ നിന്ന് വന്നു? മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കഷ്ടതകൾ എന്നെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന നീതി വസ്ത്രം എന്ത് ചെയ്യും? തെറ്റാ പറ്റാന്ന് അലക്കാനുള്ളതാണ്. എന്തേ? അവിടെ നിർത്തി ഒരടി. അലക്കാരെ അടിക്കാനായിട്ടുണ്ടോ? അലക്ക് ചാര വെള്ളത്തിൽ എന്ത് ചെയ്യും? മുക്കും, അടിക്കും, പിന്നെ മുക്കും. ഞാൻ അന്ത്യനാളിൽ അലക്ക് ചാരം പോലെ ഇരിക്കുന്ന ദൈവവചനമുണ്ടോ? ഹല്ലേലൂയ. അതിനകത്തോട്ട് എന്ത് ചെയ്യും? മുക്കും, അടിക്കും, വീണ്ടും എന്ത് ചെയ്യും? തെറ്റാ പെറ്റാന്ന് അടിച്ചടിച്ച് വരുമ്പോ വെണ്മ വന്നുകൊണ്ടിരിക്കും. വെണ്മ വന്നവരെവിടെ കണ്ടു?
നീതി വസ്ത്രത്തിന്റെ വെണ്മ കൂട്ടുന്നതാണ് കഷ്ടത. അപ്പൊ കഷ്ടത നമുക്ക് ദോഷമാണോ ചെയ്ത്? ദാവീദ് പറഞ്ഞെന്താ? എന്റെ കഷ്ടതയിൽ ഞാൻ എന്റെ ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാൻ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ ഇടേ. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് കഷ്ടങ്ങളും ദോഷമല്ല. കർത്താവ് എനിക്ക് ഈ കഷ്ടം എനിക്ക് ദോഷം വരുത്തിയല്ലോ വിചാരിക്കരുത്. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല. കർത്താവ് ദോഷങ്ങളാൽ എന്ത് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. മെതിക്കുന്നവൻ, കൃഷിക്കാരൻ മെതിക്കുമ്പോൾ ജീരകം മെതിക്കുന്നത് വണ്ടിയുടെ ചക്രം കയറ്റിയിട്ടല്ല എന്ത് ചെയ്യുന്നത്. ഓരോ ധാന്യവും മെതിച്ചെടുക്കാൻ ദൈവം ഉപയോഗിക്കുന്ന വടി. ഒരു കൃഷിക്കാരന് കരിഞ്ജീരകത്തിനെ അതിന്റെ കറ്റയിൽ നിന്ന് വേർപെടുത്തി എടുക്കാൻ കാളവണ്ടിയുടെ ചക്രമല്ല എന്ത് ചെയ്യുന്നത്, അതിന്റെ പുറത്ത് കയറ്റുന്നത്. അത് ചതഞ്ഞു പോകുന്ന ആർക്കറിയാം? ഒരു കൃഷിക്കാരൻ അറിയാമെങ്കിൽ നമ്മൾ ആത്മാവിന് നിത്യതയ്ക്ക് വേണ്ടി എടുക്കുവാൻ നമ്മുടെ മേൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചതഞ്ഞ് നശിക്കാൻ ദൈവം സമ്മതിക്കുമോ? അതിലൊന്നുപോലും ചതഞ്ഞു പോകാതെ, ഇതൊരു വലിയ പ്രോമിസാണ്. ദൈവ പദ്ധതിക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നുപോലും ചതഞ്ഞ് നശിച്ചു പോകാതെ അവ എല്ലാറ്റിനെയും ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂട്ടുവാൻ കഴിയുന്നവനാണ്. അത് ഈ വടിയല്ലാതെ ഇതെന്ത് ചെയ്തില്ല, ഇളകി വരില്ല. ഈ ചില കഷ്ടങ്ങളിലൂടെ അല്ലാതെ ഇതെന്ത് ചെയ്തില്ല, വേർപെടത്തില്ല. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലത് അനുവദിക്കുന്നത്, ഇന്ന് നമുക്കത് പ്രയാസം തോന്നും, നാളത്തേതിൽ നിങ്ങൾ പറയും, കർത്താവേ, ഇന്ന് ദൈവം എന്നെ അനുവദിച്ച വിഷയങ്ങൾ നിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ, അല്ലെ നിന്റെ സന്നിധിയിൽ ആ വെള്ള നിലയെങ്കിൽ വെണ്മയുള്ളതായി തീരുവാൻ നീ എന്റെ ജീവിതത്തിൽ നീ അനുവദിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, കഷ്ടങ്ങൾ സാരമില്ല, പ്രതികൂലങ്ങൾ സാരമില്ല, നിന്ദകളും ദുഷികളും അപവാദങ്ങളും സാരമില്ല. നൊടി നേരത്തേക്കുള്ള ഈ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ചൂടുവാൻ ഈ കഷ്ടങ്ങൾ കാരണമായി തീരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുവിൻ, സന്തോഷിപ്പിൻ. പൗലോസ് എഴുതി, കാലാമത്തിൽ കിടക്കുന്നു, കൈ രണ്ടും ക്രോസ് ചെയ്ത് ചങ്ങലക്കകത്ത് ഇട്ടിരിക്കുമ്പോൾ ലേഖനം എഴുതുകയാണ്, നിങ്ങൾ സന്തോഷിക്കാനുള്ളത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ സന്തോഷിപ്പിൻ. കർത്താവിൽ നിങ്ങൾ എന്ത് ചെയ്യുവിൻ, ആനന്ദിക്കുവിൻ. നിങ്ങളുടെ കഷ്ടം പെരുകും തോറും നിങ്ങൾ എന്ത് ചെയ്യുവിൻ, സന്തോഷിച്ച് ഉല്ലസിപ്പേൻ. ഹല്ലേലൂയ. അപ്പൊ ജാതികളായിട്ടുള്ളവരും നോക്കുമ്പോൾ അവര് നോക്കുമ്പോ എന്താണ്, ഇപ്പൊ കരിഞ്ഞ് തീരുമെന്ന് എന്ത് ചെയ്യും വിചാരിച്ചു. ഇതിപ്പോ എന്ത് ചെയ്യും, ഇതിന് അധികം ദൂരം എന്ത് ചെയ്യില്ല. അപ്പോഴുണ്ട് പുതിയ തളർപ്പോടെ എന്ത് ചെയ്യും. ഹല്ലേലൂയ. ചിലപ്പോഴെങ്കിലൊക്കെ ചിലരൊക്കെ കർത്താവിനെ കൊണ്ട് കുഴിച്ചു മൂടിയിട്ട് പിശാച് വിചാരിച്ചെന്താണ്, ഇനി അഥവാ പറഞ്ഞിട്ടുണ്ടല്ലോ ഉയർത്തെഴുന്നേൽക്കുന്നു, ഇനി അഥവാ ഉയർത്തെഴുന്നേറ്റാലും വെളി വരും. ഭാരമുള്ള കല്ലെന്ത് ചെയ്തു ഉരുട്ടി. ഇനി അഥവാ തള്ളി നീക്കാൻ ശ്രമിച്ചാലോ അത് ഉരുണ്ട് മാറരുത്, സീല് വെച്ചു. ഇനി അഥവാ വെളിയിൽ ചാടിയാലോ കുന്തവുമായിട്ട് എന്ത് ചെയ്തു, രണ്ടു ഒരു കാരണവശാലും എന്ത് ചെയ്തു. ഇതിനെല്ലാം തള്ളി നീക്കി പുറത്തു വന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഈ പ്രയാസങ്ങളോ കഷ്ടങ്ങളോ നിന്നുകളോ തള്ളിക്കളയാൻ പറ്റത്തില്ലയോ? അവൻ നമ്മിൽ എന്ത് ചെയ്യും, ഈ പ്രതിബന്ധത്തെ തരണം ചെയ്ത് പുറത്ത് തേജസ്സിന്മേൽ തേജസ് നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾക്ക് പാടാൻ കഴിയും, കഷ്ടങ്ങൾ ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അതൊന്നിനും എന്ത് ചെയ്യരുത്, വകവയ്ക്കാതെ ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, ദൗത്യങ്ങൾ മുൻപിലോട്ട് എന്ത് ചെയ്യണം. ഇത് ഏതുവരെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കപ്പെടുന്നത് വരെ എന്ത് ചെയ്യും, കർത്താവിന്റെ നാമനിമിത്തമുള്ള ഉപദ്രവം എന്ത് ചെയ്യും, ഉണ്ടാകും. ഹല്ലേലൂയ. എങ്കിലും കർത്താവ് പറഞ്ഞിട്ടുള്ള ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഏതൊരു കഷ്ടത്തിലും ദൈവത്തിന്റെ മക്കൾ എന്ത് ചെയ്യരുത്, പ്രയാസപ്പെട്ട് പോകരുത്. ഇനി ആത്മീയതയിലെ കർത്താവിന്റെ നാമനിമിത്തമുള്ള കഷ്ടം എന്നുള്ള മാത്രമല്ല, അല്ലാതെ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ
ദൈവമക്കൾ അതിൽ അടിപ്പെട്ട് എന്ത് ചെയ്യരുത്, പോകരുത്. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ വചനത്താൽ നിങ്ങൾക്ക് ജയമെടുത്ത് ആ ചൈതന്യം നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യും, കഴിയും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സകല കഷ്ടങ്ങളുടെ മധ്യത്തിലും കർത്താവ് അതിജീവിച്ചവനാണ്. ലോകത്തെ ജയിച്ച കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. ആമേൻ, ആമേൻ.